പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് നമുക്ക് വീണ്ടും ദൈവവചന പഠനത്തിനായി ഒരുമിച്ച് കൂടുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ദൈവവചനം പഠിക്കുവാനായി കൂടി വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹ വന്ദനം ചെയ്യുന്നു. ഇന്നത്തെ ഈ ക്ലാസ് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ സ്വർഗം സഹായിക്കേണ്ടതിന് നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഇന്ന് ദൈവവചനം പഠിപ്പിക്കുന്നത് കർത്താവിന്റെ ദാസൻ ഇവാഞ്ചലിസ്റ്റ് ഷാജൻ പാറക്കടവിലാണ്. ഇന്ന് നമ്മുടെ റുട്ടീൻ അനുസരിച്ച്, ഷെഡ്യൂൾ അനുസരിച്ച് പഠിപ്പിക്കേണ്ടത് പാസ്റ്റർ മാത്യു പി തോമസ് ആണ്. എന്നാൽ അദ്ദേഹത്തിന്റെ സഭയിൽ, ട്രിവാൻഡ്രത്തുള്ള ശ്രീകാര്യം IPC സഭയിൽ ആരോ ഒരാളുടെ മരണം സംബന്ധിച്ച് താൻ അല്പം തിരക്കായതുകൊണ്ടാണ് ഇന്ന് പെട്ടെന്ന് ഒരു ക്രമീകരണം ഉണ്ടായത്. എന്നാൽ പെട്ടെന്ന് തന്നെ ഇവാഞ്ചലിസ്റ്റ് ഷാജൻ പാറക്കടവിൽ പഠിപ്പിക്കുവാൻ തയ്യാറായല്ലോ. ദൈവം തന്നെ സഹായിക്കട്ടെ. ഇന്നത്തെ ക്ലാസ് ഏറ്റവും അനുഗ്രഹമായി തീരേണ്ടതിന് നാം എല്ലാവരും പ്രാർത്ഥിച്ച് കൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്ന ആരെങ്കിലും ഒരാൾ അൺമ്യൂട്ട് ചെയ്ത് ചുരുക്കമായി പ്രാർത്ഥിച്ചാൽ ഇന്നത്തെ ക്ലാസിന്റെ അനുഗ്രഹത്തിനായി. ഹല്ലേലൂയ. സ്തോത്ര 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 സ്തോത്രം. വിശ്വസ്തനായി വാഴ്ത്തപ്പെട്ട നല്ല കർത്താവേ, അപ്പാ ദിവസത്തിന്റെ ദൈവമേ, രാത്രിയുടെ വേളയ്ക്കായി അങ്ങേ സ്തുതിക്കുന്ന കർത്താവേ. ഞങ്ങൾ കർത്താവെ ബൈബിൾ ക്ലാസ്സിനായി കർത്താവെ അപ്പാ തിരുപാദത്തിൽ അടുത്തു വന്നപ്പോൾ ആമേൻ അല്ലലിയ ഇന്നത്തെ കർത്താവെ ക്ലാസ് എടുക്കുന്ന ആമേൻ അല്ലലിയ കർത്താവെ ദൈവമേ, അവിടുന്ന് കർത്താവ് നിന്റെ ദാസനെയും ആമേൻ അല്ലലിയ അടിയങ്ങളെ ഒരുപോലെ അനുഗ്രഹിക്കണമേ. അത് ഹൃദയത്തിൽ കർത്താവെ ഞങ്ങൾ താഴമായി പതിയുവാൻ, അതും പ്രകാരം ഞങ്ങൾ കാവെ മുന്നോട്ട് ജീവിപ്പാൻ ദൈവകൃപ തന്ന് ഞങ്ങളെ മാനിക്കുമാറാകണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുക കർത്താവേ. ആമേൻ. ഇതിൽ കയറിയ എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. ജാഗ്രതയോടെ പഠിക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഏകാഗ്രമാക്കണമേ. ആമേൻ അല്ലലിയ കർത്താവേ. ആമേൻ. ഇത് ഒഴുകി പോകുവാനല്ല, ഹൃദയത്തെ സംഗ്രഹിച്ചുകൊണ്ട് ആമേൻ ഞാൻ നല്ല കർത്താവേ നിലത്ത് വീണ വിത്ത് പോലെ ഇത് കർത്താവേ ആമേൻ അല്ലലിയ ആഴമായി ആമേൻ വിളയുവാൻ ദൈവം സഹായിക്കണം പ്രാർത്ഥിക്കുന്നു. നേതൃത്വം കൊടുക്കുന്ന ലാലിപ്പാസിനായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഷാജിപ്പാസിനായി പ്രാർത്ഥി എല്ലാവരെയും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇന്ന് രാത്രികാലം ഞങ്ങളെ ഒരുമിച്ച് അനുഗ്രഹിക്കണം. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. താങ്ക് യു ഓമന ആന്റി. ദൈവം സഹായിക്കട്ടെ. തുടർന്ന് കർത്താവിന്റെ ദാസൻ ക്ലാസ് എടുക്കുന്നതായിരിക്കും. ദയവായിട്ട് നിങ്ങളുടെ ഈ ഡിവൈസിൽ പേരുകൾ എഴുതാത്തവർ, ദയവായിട്ട് അറിയാൻ വയ്യാത്തവരാണെങ്കിൽ ഓക്കെ, അറിയാം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ എഴുതുന്നത് നല്ലതായിരിക്കും. ഈ ഡിവൈസിന്റെ പേരുകൾ മാറ്റി നിങ്ങളുടെ പേരുകൾ അടുത്ത പ്രാവശ്യം, പലരും പ്രായമുള്ളവരാണ്, നിങ്ങളുടെ അറിവില്ലായ്മ കൊണ്ടായിരിക്കാം, എങ്കിലും അത് കഴിയുന്നവർ ദയവായി അപ്രകാരം ചെയ്യണം. നിങ്ങളെ അറിയുവാൻ ഇടയായി തീരുമല്ലോ. നമ്മുടെ റോമാലേഖനം കർത്താവിന്റെ ദാസൻ ഇവാഞ്ചലിസ്റ്റ് ഷാജൻ പാറക്കടവിൽ തുടർമാനമായി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. തുടർന്നുള്ള ക്ലാസ് എടുക്കുവാൻ കർത്താവിന്റെ ദാസനെ വളരെ ആദരവോടെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഏറെ സന്തോഷത്തോടും വേറെ അനുഗ്രഹിക്കപ്പെട്ട ഈ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ സംബന്ധിക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരെയും ഞാൻ പ്രത്യേക വന്ദനം ചെയ്യുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ശുശ്രൂഷകൾക്ക് അനുഗ്രഹിക്കപ്പെട്ട നേതൃത്വം നൽകുന്ന കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ, അതുപോലെ തന്നെ മറ്റു പ്രിയമുള്ള എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കേരളത്തിൽ നിങ്ങൾ എല്ലാവരും അറിഞ്ഞ പോലെ നമ്മൾ എല്ലാവരും എല്ലാ വിവരങ്ങളും എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ലഭ്യമാകുന്നു എന്നുള്ളത് ഈ കാലഘട്ടത്തിൽ ഒരു പ്രത്യേകതയാണല്ലോ. അതുകൊണ്ട് തന്നെ കള്ളാടിയിൽ നടന്ന അല്ലെങ്കിൽ വയനാട്ടിലെ പ്രദേശങ്ങളിൽ നടന്ന ദുരന്തം വീണ്ടും നിങ്ങൾ അറിഞ്ഞല്ലോ. കേരളത്തിൽ ശക്തമായ മഴ പല ജില്ലകളിലും പെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെ നമ്മൾക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് വയനാട്ടിൽ ആ ദുരന്തത്തിൽ ആയിരിക്കുന്ന അല്ലെങ്കിൽ അവിടെ ആയിരിക്കുന്ന ജനത്തെ ഓർത്ത് പ്രാർത്ഥിക്കാനുള്ള ഒരു പ്രായോഗിക പ്രജ്ഞാനം നമുക്കുണ്ടാവണം. നിങ്ങളെല്ലാവരും ആ വിഷയത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക. നിങ്ങളെല്ലാവരും സേഫ് ആയിരിക്കുന്നു എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരും സഹായിക്കട്ടെ. എല്ലാവരുടെയും സഹകരണത്തിന്, എല്ലാവരുടെയും പ്രാർത്ഥനകൾക്ക് പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. റോമാലേഖനം നിങ്ങൾക്ക് വായിച്ചു തുടങ്ങിയോ? റോമാലേഖനം വായിച്ചു തുടങ്ങിയോ? ഇല്ല എങ്കിൽ തുടങ്ങണം. കാരണം നമ്മുടെ 1-ാം അധ്യായത്തിൽ പ്രവേശിക്കുക. നമ്മൾ ഈ നോട്ട് കിട്ടിയിട്ടോ അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് പോയിട്ട് കാര്യമില്ല. അല്പം കൂടി പറയുന്ന കാര്യങ്ങളുടെ വിശദീകരണങ്ങൾ ആണ്. നമുക്കൊരു രത്ന ചുരുക്കമാണ് പറയുന്നത്.
അല്പം കൂടി വിശദീകരണങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാകണമെങ്കിൽ ഈ പുസ്തകം കൂടി നിങ്ങളൊന്ന് വായിക്കണം. അതുകൊണ്ട് നിങ്ങളെ ഞാൻ ഉത്സാഹിപ്പിക്കുന്നു. നിങ്ങളെല്ലാം ഒരു അസൈൻമെന്റ് പോലെ നമുക്കൊരു അധ്യായം കഴിയുമ്പോൾ, ഓരോ അധ്യായം കഴിയുമ്പോഴും ഒരു ചെറിയ അസൈൻമെന്റ് പോലെ നമുക്ക് നിങ്ങൾക്കത് തരുന്നതായിരിക്കും എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. പേടിക്കേണ്ട, ഒരു ചെറിയ അസൈൻമെന്റ് എല്ലാവരും ആദ്യമായിട്ട് വായിക്കുക കേട്ടോ. ഓക്കെ, ദൈവം നമ്മെ സഹായിക്കട്ടെ. 1-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുന്നു. റോമാലേഖനം 1-ാം അധ്യായം. റോമാലേഖനം 1-ാം അധ്യായം സുദീർഘമായ ഒരു കത്തിന്റെ മുഖവര, എഴുത്തുകാരനെ സ്വയം പരിചയപ്പെടുത്തൽ, മുഖ്യ വിഷയത്തിന്റെ അവതരണം. ഇതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത്. ഒന്നുകൂടെ ഞാൻ പറയാം. സുദീർഘമായ ഒരു കത്തിന്റെ മുഖവരയും ആ കത്തെഴുതിയ എഴുത്തുകാരനെ സ്വയം താൻ പരിചയപ്പെടുത്തുകയും ഈ ലേഖനത്തിന്റെ മുഖ്യ വിഷയം എന്താണ് താൻ കൃത്യമായി അനുവാചകരുമായി വായനക്കാരുമായി പങ്കുവെക്കുവാൻ, അല്ലെങ്കിൽ ഇത് ആർക്കാണോ സ്വീകരണകർത്താക്കൾ ആരാണോ അവരുമായി എന്താണ് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്, അതിന്റെ ഒരു രത്ന ചുരുക്കമാണ് 1-ാം അധ്യായം എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, ഗ്രന്ഥകർത്താവിന്റെ സുവിശേഷ ദൗത്യം, സുവിശേഷമാണ് ഈ റോമാലേഖനത്തിന്റെ അല്ലെങ്കിൽ 1-ാം അധ്യായം പഠിക്കുമ്പോൾ അതിന്റെ കേന്ദ്ര വിഷയം എന്ന് പറയുന്നു. രക്ഷയ്ക്കായുള്ള സുവിശേഷത്തിന്റെ ശക്തി, ഇത് ഈ അധ്യായത്തിലെ വിഷയങ്ങളാണ്. ഒന്നുകൂടെ പറയുന്നു, ഗ്രന്ഥകർത്താവിന്റെ സുവിശേഷ ദൗത്യവും സുവിശേഷം എന്ന് പറയുന്നത് എന്താണ് എന്നതിന്റെ കേന്ദ്ര വിഷയമായിട്ട് പറയുമ്പോൾ തന്നെ രക്ഷയ്ക്കായുള്ള സുവിശേഷത്തിന്റെ ശക്തി എന്താണ് എന്ന് 1-ാം അധ്യായത്തിൽ താൻ വിശദീകരിക്കാൻ ആഗ്രഹിക്കുക. ഒപ്പം തന്നെ ലോകത്തിന്റെ അധാർമികതയും ദൈവത്തിന്റെ നീതിയും ഇവിടെ വിശാലമാക്കപ്പെടുകയാണ്. ഒന്നുകൂടി ഞാൻ പറയാം. സുവിശേഷമാണ് കൃത്യമായി താൻ പറയുന്ന കാര്യമെങ്കിൽ എന്തുകൊണ്ട് സുവിശേഷം, എന്തിനു സുവിശേഷം, അതിന്റെ വിശദീകരണമാണ്. ലോകത്തിന്റെ അധാർമികത്വമുള്ള ഒരു ലോകത്തിൽ സുവിശേഷത്തിന്റെ പ്രസക്തി എന്താണ്, ആവശ്യകത എന്താണ്, സുവിശേഷം എന്തിനു വേണ്ടി നിലകൊള്ളുന്നു, എന്തിനു വേണ്ടി വർത്തിക്കുന്നു, എന്തുകൊണ്ട് സുവിശേഷം പാരായണം ചെയ്യണം, ഒരു പുനർവായനയ്ക്ക് ജീവിതത്തെ മുഖാന്തരമാക്കാൻ എന്തുകൊണ്ട് സുവിശേഷം നിലകൊള്ളണം എന്ന് കൃത്യമായി പറയുന്നു. അതാണ് ലോകത്തിന്റെ അധാർമികതയെ കുറിച്ച് വിശദീകരണങ്ങൾ താൻ പറയുന്നതോടൊപ്പം തന്നെ കേവലം ചെയ്തു പോയ പാപത്തെക്കുറിച്ചോ തെറ്റിനെക്കുറിച്ചോ ഓർക്കാതെ നിൽക്കുന്ന ഒരു ജനത്തെ ന്യായം വിധിച്ച് എന്നേക്കുമായി അഗാധ കൂപത്തിലേക്ക് തള്ളിവിടാതെ ദൈവത്തിന്റെ നീതി കൃത്യമായി ഇതിൽ എന്താണ് എന്ന് എഴുത്തുകാരൻ പറയാൻ ശ്രമിക്കുകയാണ് 1-ാം അധ്യായത്തിൽ. യേശുക്രിസ്തുവിന് ദാസൻ എന്ന നിലയിൽ താൻ പരിചയപ്പെടുത്ത, നമ്മളത് വിശദീകരിച്ച് പഠിക്കാവട്ട് വരും, പഠിച്ചു വരും. എന്നാലും താൻ ഒന്നുകൂടി ഒരു മുഖവരിയായിട്ട് ഞാൻ പറയുന്നു. 1-ാം അധ്യായത്തിന്റെ താൻ പരിചയപ്പെടുത്തുന്ന യേശുക്രിസ്തുവിന് ദാസൻ എന്ന നിലയിലാണ്. അങ്ങനെയാണെങ്കിൽ ദാസൻ എന്ന നിലയിൽ ദൈവരാജ്യത്തിന്റെ സുവിശേഷം സകല മനുഷ്യരോട്, പ്രത്യേകിച്ച് യഹൂദനോട്, ജാതീയരോട് വിളംബരം ചെയ്യുക എന്നുള്ളതാണ് പൗലൂസിന്റെ ദൗത്യം എന്ന് പറയുക. അതിന് റോമാ പട്ടണത്തിൽ താൻ എത്തുകയും അവിടെ സുവിശേഷം അറിയിക്കണമെന്ന് താൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ശ്രദ്ധിക്കണം, യഹൂദന്മാരോടും ജാതികളോടും ഒരുപോലെ സുവിശേഷം വിളംബരം ചെയ്യണം, പറയണം, പങ്കുവെക്കണം. അധാർമികതയുള്ള ലോകത്തിൽ ദൈവവുമായി സന്ധിക്കുവാനുള്ള ഏക മുഖാന്തരം കൃത്യമായി താൻ അടയാളപ്പെടുത്തുന്നത് സുവിശേഷമായതുകൊണ്ട് തന്നെ ആ സുവിശേഷം പറയുന്നതിൽ താൻ ലജ്ജിക്കുന്നില്ല എന്നാണ് നമുക്ക് ഈ ലേഖനത്തിൽ കാണാൻ കഴിയുന്നത്. 1-ാം അധ്യായത്തിൽ വിശദീകരണങ്ങൾ താൻ, അല്ലെങ്കിൽ ഈ ലേഖനത്തിൽ താൻ പറയുന്നത്, ലോകത്തോട്, യഹൂദന്മാരോട്, യഹൂദേതര ജാതികളോട് സുവിശേഷം പങ്കുവെക്കണം എന്നുള്ളത് കൊണ്ട് എനിക്ക് ലജ്ജയില്ല എന്നുള്ളതാണ്. നമ്മൾ എപ്പോഴാണ് ലജ്ജിക്കുന്നത്? എപ്പോഴാണ് നമുക്ക് ലജ്ജ ഉണ്ടാകുക? ഒരു യാഥാർത്ഥ്യത്തെ സന്ധിക്കുവാൻ, എതിർപ്പെടുവാൻ പ്രായോഗികമായി നമ്മൾ പരാജയപ്പെട്ടു പോകുന്നു എന്ന് നമുക്കൊരു തോന്നൽ ഉണ്ടാകുമ്പോഴാണ്, അഥവാ ഞാൻ പറയുന്ന കാര്യം ഒന്നുകൂടെ ശ്രദ്ധിച്ചോണം, ഒരു യാഥാർത്ഥ്യത്തെ സന്ധിക്കുവാൻ, എതിർപ്പെടുവാൻ, മുഖാമുഖമായി നിൽക്കാൻ
എന്റെ ജ്ഞാനം പ്രായോഗികമായി ഉപയുക്തമല്ല, പര്യാപ്തമല്ല എന്നൊരു തോന്നൽ എനിക്കുണ്ടാകുമ്പോൾ, എന്നൂടെ പറയുന്നു ലളിതമായി, ഞാൻ നേടിയ ജ്ഞാനം കൊണ്ട് ഈ യാഥാർത്ഥ്യത്തെ സന്ധിക്കുവാൻ അല്ലെങ്കിൽ എതിർപ്പെടുവാൻ, അതിനോട് എതിരിടുവാൻ എനിക്ക് സാധിക്കയില്ല എന്നൊരു തോന്നൽ എനിക്കുണ്ടാകുമ്പോഴും, മറിച്ച് ഞാൻ നേടിയതെല്ലാം പൊള്ളത്തരമാണെന്നുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടാകുമ്പോൾ നമുക്ക് ലജ്ജ ഉണ്ടാകും. മനസ്സിലായില്ല? നമുക്ക് എപ്പോഴാണ് ലജ്ജ ഉണ്ടാകുന്നത്? മാനമല്ലാത്തത് നമ്മളിൽ വഹിക്കുന്നു എന്നുള്ളത് ആ സമയത്ത് നമുക്ക് ലജ്ജ ഉണ്ടാകുന്നു, അല്ലേ? നമുക്ക് എപ്പോഴാണ് ലജ്ജ ഉണ്ടാകുന്നത്? മാനമല്ലാത്തത്, വിഹിതമല്ലാത്തത്, ന്യായമല്ലാത്തത് നമ്മൾ കൈവശം വെച്ചുകൊണ്ട് അനുഭവിക്കുന്നു എന്നൊരു തോന്നൽ നമുക്കുണ്ടാകുമ്പോൾ, നിയമപരമായിട്ടല്ലാത്ത പലതും നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമ്മോട് തന്നെ ഒരു ഈർഷ്യ ഉണ്ടാകും. അവിടെയാണ് ലജ്ജിക്കുന്നു എന്ന് നമ്മൾ സ്വയം തിരിച്ചറിവ് നമുക്കുണ്ടാകുന്നത്. ചുരുക്കം പറഞ്ഞാൽ, ഞാനെന്ന നഗ്നമായ വ്യക്തിയെ ഉടയാടകൾ കൊണ്ട്, അല്ലെങ്കിൽ അതിനെ പരസ്യപ്പെടുത്താതെ പരിമിതപ്പെടുത്താൻ എനിക്ക് എന്തെല്ലാം ഉടയാടകൾ ധരിക്കാൻ കഴിയുമോ? ഒന്നുകൂടി ഞാൻ പറയാം. ഞാൻ വസ്ത്രം ധരിക്കുന്ന കാര്യമല്ല കേട്ടോ പറഞ്ഞത്. ഞാനെന്ന വ്യക്തി അഥവാ ഞാൻ നേടിയ ജ്ഞാനം ഒരിക്കൽ പോലും എന്നെ ഒരു സമ്പൂർണ്ണ വ്യക്തിയായി നിർത്തുന്നില്ല എന്നൊരു തോന്നൽ നമുക്ക് എപ്പോൾ ഉദിക്കുമോ, അവിടെ മുതൽ നമ്മൾ പലതിനെയും എതിർപ്പെടുവാൻ അല്ലെങ്കിൽ സന്ധിക്കുവാൻ, എതിരിടുവാൻ നമ്മൾ ലജ്ജിക്കും. എല്ലാം മനസ്സിലായോ? എല്ലാം മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ, ഞാൻ നേടിയൊന്നും വലിയ കാര്യമൊന്നും അല്ല, എന്നെ കൊണ്ട് അതൊന്നും ഒക്കത്തില്ല. നമുക്ക് ലജ്ജ ഉണ്ടാകുന്ന അപ്പോഴാണ്. അയ്യേ എന്ന് പറയത്തില്ലേ? എന്റെ പൊന്നത് പറയണ്ടായിരുന്നു, ഞാനത് പറഞ്ഞു. ഇതൊക്കെ അല്ലേ നമുക്കുണ്ടാകുന്ന ഒരു വൈകാരികമായ ഒരു ഇകഴ്ത്തൽ. നമ്മെ തന്നെ ഇകഴ്ത്തുക എന്ന് പറയുന്ന നമ്മെ തന്നെ ചെറുതായി കാണുക. ശ്രദ്ധിച്ചേ, പൗലോസ് പറഞ്ഞത് അറിയാമോ? എനിക്ക് സുവിശേഷത്തെ കുറിച്ച് ലജ്ജയില്ല എന്ന് പറഞ്ഞാൽ, എന്റെ കൈവശമുള്ള മുതൽ, എന്റെ കൈവശമുള്ള ആശയം, എന്റെ കൈവശമുള്ള ആ മൂല്യം, ഞാനതിനെ ഉദാത്തമായി കാണുന്നു, ഉന്നതമായി കാണുന്നു. അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏതൊരു ജ്ഞാനത്തെയും എതിർപ്പെടുവാൻ എന്റെ കൈവശമുള്ള ഈ മൂല്യം അല്ലെങ്കിൽ ആശയത്തിന്റെ മൂല്യം കൊണ്ട് എനിക്ക് സാധിക്കും എന്ന ഉറപ്പാണ് ഞാൻ ലജ്ജിക്കുന്നില്ല എന്ന് പറയാൻ പൗലോസിനെ പ്രേരിപ്പിക്കുന്നു. മനസ്സിലായോ? ഒന്നുകൂടി പറഞ്ഞ, ലളിതമായിട്ട് പറഞ്ഞ, ഞാൻ നേടിയ ദൈവകൃപ, എന്നിൽ വ്യാപരിക്കുന്ന ദൈവകൃപ എന്റെ ദൗത്യത്തിൽ എന്നെ ഒരു ചാലക ശക്തിയായി എപ്പോഴും ഇങ്ങനെ ദ്യോതിപ്പിക്കുന്ന, അല്ലെങ്കിൽ എന്നെ ഇങ്ങനെ എന്റെ ഉള്ളിൽ ഇളകി മറയുന്ന ഒരു അഗ്നിപർവ്വതം പോലെ സുവിശേഷം പറയണം, ഈ മൂല്യമുള്ളത് പങ്കുവെക്കണമെന്ന് എന്നെ ഇങ്ങനെ നിർബന്ധിക്കുന്നത് മറ്റേതിനേക്കാളും മൂല്യമുള്ളതാണെന്ന് ഞാൻ പരിഗണിക്കുന്നത് കൊണ്ടാണ് എനിക്ക് ലജ്ജയില്ലാത്തത്. എന്ന് പറഞ്ഞാൽ, എന്റെ കയ്യിലുള്ളത് മൂല്യമാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് എനിക്ക് ആരുടെയും മുമ്പിൽ തലകുനിക്കേണ്ടി വരില്ല. ഒരു തെറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു അപരാധം നമ്മളിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ അതാ ഞാൻ പറഞ്ഞത്, വിഹിതമല്ലാത്തത്, നിയമപരമായി കൈവശം വെച്ച് അനുഭവിക്കുവാൻ കഴിയാത്തതെന്തും നമുക്ക് ലജ്ജയെ വരുത്തുള്ളൂ. പോട്ടെ, ഇപ്പൊ ഇത്ര കാര്യം മനസ്സിലായത് നിങ്ങൾക്ക്? സുവിശേഷത്തെ കുറിച്ച് ലജ്ജിക്കുന്നില്ല എന്ന് പൗലൂസ് പറയാൻ കാര്യം ഇതിനെ ഉദാത്തമായി, ഉന്നതമായി പൗലൂസ് കാണും. ഇനി ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം സകല മനുഷ്യരും രക്ഷ പ്രാപിക്കുന്നതിനുള്ള ദൈവശക്തിയാണ് സുവിശേഷം എന്ന് താൻ 1-ാം അധ്യായത്തിൽ വിവരിക്കുന്നു. ഒന്നുകൂടെ പറയുന്നു, സുവിശേഷം എന്താണ്? അത് ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം. ഞാൻ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി വിശ്വാസം എന്താണെന്ന്. വിശ്വാസം എന്ന് പറഞ്ഞ ഒരു സാധാരണ വ്യക്തിയിൽ ഉണ്ടാകുന്ന ഒരു പ്രായോഗിക പരിജ്ഞാനമാകട്ടോ വിശ്വാസം എന്ന് പറയുന്നത്. ഒരു സാധാരണ വ്യക്തിക്ക് വൈകാരികമായോ തത്വപരമായോ ഭൗതികമായോ ബുദ്ധിപരമായിട്ടൊക്കെ ആയിക്കൊള്ളട്ടെ, എല്ലാ തലങ്ങളിലുമുള്ള ഒരു തിരിച്ചറിവ്, നമുക്ക് നമ്മളെ എന്തെല്ലാം രീതിയിൽ പൊതിയാൻ കഴിയുമോ അതെല്ലാം പൊതിയാൻ വേണ്ടി നമുക്ക് കിട്ടുന്ന ഒരു പ്രായോഗിക അറിവ്. മനസ്സിലായോ? ഉദാഹരണത്തിന്, ഞാനൊരു പിതാവാണ്, എനിക്ക് 2 മക്കളുണ്ട്, ഭാര്യയുണ്ട്. ഒപ്പം തന്നെ
ഞാനൊരു സഹോദരനാണ്, ഞാനൊരു മകനാണ്, ഞാനൊരു എന്ത് ചെയ്യാം ഒരു അധ്യാപകനാണ്, ഞാനൊരു ഒരു എഴുത്തുകാരനാണ്, ഞാനൊരു അങ്ങനെ വൈവിധ്യമാർന്ന മേഖലയിൽ പ്രവർത്തിക്കുന്ന നമ്മളെല്ലാം അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഓരോ പ്രവർത്തന മേഖലയിലും നമ്മൾ ആളുകളെ സന്ധിക്കുകയും നമ്മുടെ പ്രവർത്തന മേഖലയുമായി ബന്ധപ്പെടുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന ഒരു ബോധ്യമുണ്ട്. ഞാൻ ഇന്ന ആളായുണ്ട്, അതുകൊണ്ട് എനിക്കിതേ പറയാൻ പറ്റൂ, ഞാനിതേ പറയാൻ പറ്റൂ, എനിക്കിത് പറഞ്ഞേ പറ്റൂ, ഞാനിത് പറയണം, ഞാനിതേ പറയാവൂ. ഇങ്ങനെ നമ്മളെ തന്നെ ഒന്ന് വൈകാരികമായി ഉണർത്തുകയും നമ്മളെ തന്നെ ഒന്ന് ബോധവൽക്കരിക്കപ്പെടുകയും ചെയ്യുന്നൊരവസ്ഥ. ശ്രദ്ധിക്കുക, ഈ വിശ്വാസം എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം പറയുണ്ടായി ഒരു ബോധ്യമാണ്. എന്റെ ഇന്ദ്രിയങ്ങളുടെ ബോധ്യമാണ് വിശ്വാസം. ഇന്ദ്രിയങ്ങളുടെ ബോധ്യം, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്ന ആ ഒരു അവസ്ഥ, ഒരു തിരിച്ചറിവാണ്, ഒരു ഉദ്ബോധനമാണ്. നാം നമ്മെ തന്നെ പറഞ്ഞു പഠിപ്പിക്കുന്ന, പറഞ്ഞു ബോധ്യപ്പെടുത്തുന്ന ഒന്നാണ് വിശ്വാസം. ആ വിശ്വാസം സകല മനുഷ്യരിലും ആരുള്ള വിശ്വാസം? ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം സകല മനുഷ്യരിലും രക്ഷ പ്രാപിക്കുവാൻ കഴിയുന്ന ദൈവശക്തിയാണ് സുവിശേഷം. ഇനി ശ്രദ്ധിച്ചേ, ആരോടാ പറയുന്നത്? യഹൂദന്മാരോട്. ആരോടാ പറയുന്നത്? യഹൂദേതര ആൾക്കാരോട്, ജാതികളോട്. ഇവരെല്ലാം കർമ്മങ്ങൾ ചെയ്തുകൊണ്ട്, കാഴ്ചകൾ കൊണ്ട് ഒരു കാര്യത്തെ ബോധ്യപ്പെട്ട ആളുകളാണ്. ഒന്നുകൂടി ഞാൻ പറയാം, കാഴ്ചകൾ കൊണ്ട് ബോധ്യപ്പെടുത്തിയ, അടയാളപ്പെടുത്തുന്ന ആളുകളാണ്. അങ്ങനെയുള്ള കർമ്മങ്ങൾ കൊണ്ട് ഒന്നിനെ തിരിച്ചറിയുന്ന ആളുകളാണ്. ചില നിയമങ്ങൾ പാലിക്കപ്പെടാൻ എഴുതി വെച്ച നിയമങ്ങൾ ഉള്ളതിനെ അനുസരിക്കുന്ന വഴി എനിക്ക് പാപമോചനം ലഭിച്ചുവെന്നോ ദൈവത്തുമായി ബന്ധപ്പെടാൻ കഴിയുമെന്നോ എന്ന് സ്വയം നീതീകരിക്കപ്പെട്ടു എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളാണ്. ഇങ്ങനെ ലിഖിതമാക്കപ്പെട്ട പല പ്രമാണങ്ങൾ കൊണ്ട് സ്വയം നീതീകരണം നടന്നു എന്ന് അവകാശപ്പെടുന്ന ഒരു കൂട്ടം ആളുകളോട്, അത് യഹൂദന്മാരാകട്ടെ ജാതികളാകട്ടെ, അവരോട് പറയുന്നു, ഇനി കർമ്മമാർഗങ്ങൾ അല്ല, മറിച്ച് വിശ്വാസം. എങ്ങനെ? ആരിലുള്ള വിശ്വാസം? ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം. ശ്രദ്ധിച്ചേ, ക്രിസ്തു എന്ന് പറയുന്ന സർവലൗകിക രക്ഷാ പദ്ധതി കൃത്യമായി തങ്ങളുടെ നഗ്നമായ നേത്രങ്ങൾ കൊണ്ട് കാണുകയോ അവർ അറിയുകയോ അവർക്ക് അനുഭവിക്കുവാൻ കഴിയാതിരുന്ന ഒരു ആശയമായിട്ടാണ് അവരുടെ മുമ്പിൽ ക്രിസ്തുവിനെ അവതരിപ്പിക്കുക. ശ്രദ്ധിച്ചു, വളരെ നമ്മളൊക്കെ ഈ ക്രിസ്തു അനുയായികളായി തീർന്നു എന്ന് പറയുന്നത് ഒരു വലിയ അത്ഭുതമാകട്ടോ. നമ്മൾ നിസ്സാരമായി അതിനെ കാണരുത്. കാരണം നമ്മളൊക്കെ കണ്ട് പലതും ആരാധിച്ചിരുന്ന ആളുകൾ, കർമ്മത്തിലൂടെ ആരാധിച്ചിരുന്ന ആളുകൾ, അല്ലെങ്കിൽ നമ്മൾ കണ്ട് തൃപ്തിയായിട്ട് നമ്മൾ ഒരു തീർച്ചപ്പെടുത്തിയിട്ട് ഇതാണ് എൻ്റെ ആരാധനാ മൂർത്തി എന്ന് പറഞ്ഞ് നമ്മൾ ഉറപ്പുവരുത്തിയ പലതും ഉപേക്ഷിച്ചിട്ട്, നമ്മൾ ഇതുവരെ കാണാത്ത, ഇതുവരെ അറിയാത്ത, ഇതുവരെ അനുഭവിക്കാത്ത ഒരു വ്യക്തിവിശേഷത്തെ കുറിച്ചുള്ള വിശദാംശങ്ങൾ കൃത്യമായി പിന്തുടരാൻ നമ്മൾ തയ്യാറാകുന്നത് അതിന് മൂല്യമുള്ളതാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട്. ഒരു സാധാരണ കാര്യമല്ല. നമ്മൾ രക്ഷിക്കപ്പെട്ടു, ക്രിസ്തുവിന്റെ പിന്നിൽ ആണെന്ന്, ഇപ്പോൾ ക്രിസ്തു മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നു എന്നൊക്കെ പറയുന്നത് ഒരു വലിയ അത്ഭുതമാണ്. നിങ്ങൾ അങ്ങനെ തന്നെ കാണണം, നിസാരവൽക്കരിക്കരുത്. കാരണം നമ്മൾ ഇതുവരെയും കാണാത്ത, നഗ്നമായ നേത്രങ്ങൾ കൊണ്ട് കണ്ട് തൃപ്തിപ്പെടുത്താത്ത, കർമ്മങ്ങൾ ചെയ്യാത്ത, എഴുതി വെച്ച പ്രമാണങ്ങൾ വഴി, പഴയ നിയമത്തിന്റെ ആചാരങ്ങൾ പോലെ എഴുതി വെച്ച പ്രമാണങ്ങൾ വഴി അല്ലാതെ നമുക്കിന് മുമ്പിൽ ലിഖിതമാക്കപ്പെട്ട വേദപുസ്തകം പരിചയപ്പെടുത്തുന്ന ക്രിസ്തു എന്ന സത്യത്തെ, ആ സനാതനമായ ധർമ്മത്തെ, നീതിയെ, ആ ശരിയെ, ആ മൂല്യത്തെ, ആ ആശയത്തിന്റെ വിശദീകരണങ്ങളിലൂടെ ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ പിന്മാറിപ്പോകാം, ഇല്ല എങ്കിൽ എന്ത് ചെയ്യാം, ഈ പാതയിൽ സഞ്ചരിക്കാൻ കഴിയും. പക്ഷെ നമ്മളാരും എന്തുകൊണ്ടാണ് പിന്മാറിപ്പോകാത്തത്? ഈ വിശദീകരണങ്ങൾ ഓരോ ദിവസവും നമ്മളെ എന്ത് ചെയ്യാം, റിവൈവ് ചെയ്യാൻ, നമ്മളെ ഇങ്ങനെ ഉണർത്തിക്കൊണ്ടേയിരിക്കുക, ഉദ്ബോധിപ്പിച്ചുകൊണ്ടേയിരിക്കുക. അതുകൊണ്ടാണ് നമുക്ക് സന്തോഷകരമായി ക്രിസ്തു പാതയിൽ പിന്തുടരാൻ കഴിയുന്നത്. ശ്രദ്ധിക്കുക, പൗലോസ് 1-ാം അധ്യായത്തിൽ പറയുന്നു, സകല മനുഷ്യരും വിശ്വാസം മൂലം എന്ത് ചെയ്യണം? രക്ഷ പ്രാപിക്കാനുള്ള ദൈവശക്തിയാണ് സുവിശേഷം എന്ന് പറഞ്ഞു. സുവിശേഷത്തിന്റെ വിശദീകരണമാണ് കേട്ടോ. ഒരു ദൈവശക്തിയാണ് എന്ന് പറഞ്ഞാൽ, സുവിശേഷം പരാവർത്തനം ചെയ്യപ്പെടുന്ന, പങ്കുവെക്കുന്ന, പറഞ്ഞു കൊടുക്കുന്ന, ലിഖിതമാക്കപ്പെട്ട കുറെ തത്വങ്ങൾ മാത്രമല്ല, മറിച്ച് ആ തത്വങ്ങൾ
പാരായണം ചെയ്യുന്ന വഴി, അംഗീകരിക്കുന്ന വഴി അവരിലേക്ക് ഒരു ശക്തിയായി പ്രവേശിക്കാൻ കഴിയുന്ന ഒന്നാണ് സുവിശേഷം എന്ന് പറയുന്നത്. സുവിശേഷത്തിന്റെ ഒരു മാസ്മരികത, അതിന്റെ ഒരു ശക്തി എത്രയോ വലുതാണ് കേട്ടോ. നമുക്കറിയാം, ഈ നമ്മുടെയൊക്കെ കേരള മണ്ണില് സുവിശേഷം ഇത്ര വേരോട്ടം നടത്താനും ലോകം മുഴുവൻ ഈ സുവിശേഷം സഞ്ചരിക്കാനും ഇടയായി തീർന്നത് അതൊരു ഒരു ആശയങ്ങൾ മാത്രമായിരുന്നില്ല. അത് വ്യക്തികളെയും സമൂഹത്തെയും രൂപാന്തരപ്പെടുത്താൻ കഴിയുന്ന ശക്തിയായി കൂടി വർത്തിച്ചത് കൊണ്ടാണ് കൃത്യമായി ഇതിന്റെ പിന്നാലെ ഒരു കൂട്ടം ആളുകൾ ഇറങ്ങാൻ ഇടയായത്. അപ്പോൾ ഈ സുവിശേഷം എന്താണെന്ന് കൃത്യമായി പറയുന്നു. ഇനി ശ്രദ്ധിക്കണം, എന്തിനാണ് സുവിശേഷം? അത് ദൈവകോപം, ദൈവത്തിന്റെ ക്രോധം മനുഷ്യർക്ക് എതിരായി ഉള്ളതിനാലാണ് എന്ത് ചെയ്യണം? എല്ലാവരും രക്ഷ പ്രാപിക്കേണ്ടത്. ഈ ശ്രദ്ധിച്ചേ, പാപനിമിത്തം മനുഷ്യൻ ദൈവത്തെയും സൃഷ്ടാവിനെയും പരിപാലകനെയും അംഗീകരിക്കാതെ വരുന്നു. അപ്പൊ നമുക്കറിയാം, ഈ ചില കാര്യങ്ങൾ നമുക്കൊക്കെ അംഗീകരിക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. പല കാര്യങ്ങളും നമ്മൾ പഠിച്ചു വെച്ച നമ്മുടെ ഈ ശ്രദ്ധിച്ചേ, ഞാൻ കൈ വിരിച്ചാൽ എൻ്റെ കൈക്ക് ഒരു പരിമിതിയുണ്ട്. അതിനപ്പുറം എനിക്ക് കൈ വിരിക്കാൻ പറ്റില്ല. എൻ്റെ അറിവുകൾക്ക് പരിധിയുണ്ട്. ഞാൻ അറിഞ്ഞ അറിവുകൾക്കും ആശയങ്ങൾക്കും ഒക്കെ പരിധിയുണ്ട്. ഈ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ പരിചയപ്പെട്ടതും നമുക്ക് സംവേദനക്ഷമമാകുന്ന, വേഗത്തിൽ ഇടപെടാൻ കഴിയുന്നതുമായ ചില കാര്യങ്ങൾ, നമുക്ക് ഫേവറായ ചില കാര്യങ്ങൾ നമ്മൾ വളരെ ശക്തമായി അതിലേക്ക് നിൽക്കും, അടിയുറച്ചു നിൽക്കും. അതാണ് ശരിയെന്ന് പറയും. ആര് പറഞ്ഞാലും എന്ത് ചെയ്യാൻ മാറത്തില്ല. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലാവുന്നുണ്ടോ? ശരിയല്ലേ? നമുക്ക് എല്ലാം ഒന്നും അംഗീകരിക്കാനോ എല്ലാത്തിൻ്റെയും പോകാനോ ഒന്നും നമുക്ക് പറ്റില്ല. എങ്കിൽ പോലും ചിലത് നമ്മൾ ഭയങ്കരമായിട്ട് അങ്ങ് എന്ത് ചെയ്യുന്നറിയാമോ? ഉറയ്ക്കും. അതില് ശരിക്കും ഉറയ്ക്കും. ആ ഉറയ്ക്കുന്നതിനെ പിന്നെ ആന പിടിച്ചാലും എന്ത് ചെയ്യാൻ മാറാത്ത നിലയിൽ നമ്മൾ എന്ത് ചെയ്യും? അതാണ് ശരിയെന്ന് പറഞ്ഞു നിൽക്കും. അപ്പം ഞാൻ പറഞ്ഞ ആശയം ഇത്രയേ ഉള്ളൂ. ഈ മനുഷ്യന്റെ ഉള്ളിൽ ശരിയല്ല എന്നുള്ള തോന്നൽ ഉണ്ടായി കഴിയുമ്പോൾ ആ തോന്നലുകളെ അല്ലെങ്കിൽ ആ ശരി എന്നവൻ ഉയർത്തിപ്പിടിക്കുന്നതിനെ ഉന്മൂലനം ചെയ്തിട്ട് ശരിയായ തത്വത്തെയും ന്യായത്തെയും നീതിയെയും സ്ഥാപിക്കുക എന്നുള്ളതാണ് സുവിശേഷത്തിന്റെ കർമ്മ പദ്ധതി എന്ന് പറയുന്നത്. അതാണ് 1-ാം അധ്യായത്തിലെ വിശദീകരണം. ഇനി ശ്രദ്ധിച്ചേ, ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പൗലോസ് 1-ാം അധ്യായത്തിൽ പറയുന്നു. സൃഷ്ടികളെല്ലാം സൃഷ്ടികളെ തന്നെ ആരാധിക്കുന്ന ഒരു അനുഭവം. സൃഷ്ടികളെ തന്നെ ആരാധിക്കുന്നു. എൻ്റെ ഒരു കൂടെ ആത്മീയത്ര ടെലിവിഷനിൽ ജോലി ചെയ്തൊരു സഹോദരൻ ഉണ്ടായിരുന്നു, ഒരു ഫ്രണ്ടാണ്. പുള്ളി സൗണ്ട് എഞ്ചിനീയറാണ്. അദ്ദേഹം കോട്ടയം കുക്ഷപ്പേട്ട് ചർച്ചിലെ കൊയറിലെ അംഗവും അവിടുത്തെ സജീവ അംഗവും ഒക്കെയാണ്. പുള്ളി ഞങ്ങളിങ്ങനെ വർത്തമാനം പറഞ്ഞ ഒരു വർക്ക് അവിടെ സ്റ്റുഡിയോയിൽ, പുള്ളിക്ക് സ്റ്റുഡിയോ ഇപ്പൊ സ്വന്തമായിട്ടുണ്ട്, അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് പറയും, എൻ്റെ ഭായി, ഞങ്ങള് ദുഃഖവെള്ളിയാഴ്ച നല്ല ദിവസം, ദുഃഖവെള്ളിയാഴ്ച മുതൽ അപ്പൊ ആഴ്ച പാഷൻ വീക്ക് അവരെല്ലാം എന്നും പള്ളിയിൽ കാണും. അപ്പൊ ആ ആഴ്ചയിൽ എല്ലാവരും കൂടി ഉണ്ണിയേശുവിനെ ഉണ്ടാക്കും, യോസഫ് പിതാവിനെ ഉണ്ടാക്കും, മറിയ കൊച്ചമ്മയെ ഉണ്ടാക്കും, ഇവരെല്ലാം ഉണ്ടാക്കി ഒരു കുടുംബത്തെ ഉണ്ടാക്കി കച്ചിയും അല്ലെങ്കിൽ ഇതൊക്കെ കൊണ്ട് ഉണ്ടാക്കി ഒരു രൂപക്കൂട് അവരിങ്ങനെ ഉണ്ടാക്കും. അപ്പം അതിനകത്ത് നോയിമ്പെടുത്തവരുണ്ട്, പാതിരാത്രിക്ക് ഉണ്ടാക്കാൻ നോയിമ്പെടുത്തവരുണ്ട്, 2 എണ്ണം അടിച്ചിട്ട് വന്നിരിക്കുന്നവരുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ ആളുകളാണ് ഉണ്ടാക്കാൻ വേണ്ടി ഈ ഓഡിറ്റോറിയത്തിനകത്ത് വരുന്ന ഉണ്ടാക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് ഈ ഉയർപ്പിന്റെ അന്ന് ഇതും പൊക്കിക്കൊണ്ടൊരു പോക്കുണ്ട് ഞങ്ങൾ. അതാ അവര് തന്നെ ഉണ്ടാക്കിയ സാധനം എന്ന് പറഞ്ഞാൽ വെള്ളം അടിച്ചവനും പിന്നെ അന്ന് പകല് എല്ലാ ദുർമാർഗം ചെയ്തവനും ഒക്കെ എല്ലാവരും കൂടി ഉണ്ടാക്കിയ ഈ ഉണ്ണിയേശുവിനെ ഈ കുടുംബത്തെയും പൊക്കിക്കൊണ്ട് എഴുന്നള്ളിപ്പ് നടത്താറുണ്ട്. അപ്പം പുള്ളികൾ പറഞ്ഞത് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ അങ്ങനെ പോകുന്നില്ല, കാരണം ഇതിനകത്തൊരു യുക്തി ഇല്ല എന്ന് എനിക്കറിയാം. കാരണം കഴിഞ്ഞ മിനിഞ്ഞാന്ന് ഞങ്ങൾ ഉണ്ടാക്കിയ സാധനം എന്ത് ചെയ്യുക, ഇന്നിപ്പം ഒരു ദൈവികത കൽപ്പിച്ച് ഞങ്ങളെല്ലാം കൂടി പൊക്കിക്കൊണ്ട് പോയി എല്ലാവരും അതിനു മുമ്പിൽ വണങ്ങുന്നു, പിന്നെ വെള്ളം തളിക്കുന്നു, എന്തെല്ലാം പരിപാടി ചെയ്യാമോ തിരികെത്തിക്കുന്നു, പിന്നെ കുന്തിരിക്കം എന്ത് ചെയ്യുക വീശുന്നു, എന്തെല്ലാം ചെയ്യാമോ അതൊക്കെ ചെയ്തും അതിനകത്തൊരു ദൈവികതയെ വരുത്തി. അതാണ് ദൈവം, അതാണ് ശരി, അതാണ് ക്രിസ്തു, അതാണ് വാസ്തവത്തിൽ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുക, അതിനെ ആരാധിക്കുന്ന ഒരു കാര്യം. അതിനകത്തൊരു യുക്തിയുമില്ലാത്തത് കൊണ്ട് ഞാനിപ്പോ ആ പരിപാടിക്ക് പോകാറില്ല, ഉണ്ടാക്കാനും പോകാറില്ല, വണങ്ങാനും പോകാറില്ല. ശരിയല്ലേ? അപ്പം ഈ 1-ാം നൂറ്റാണ്ടിന്റെയും അല്ലെങ്കിൽ ആദിമസഭയുടെയും ഒക്കെ പ്രത്യേകത അതാണ്. അപ്പം ഈ എല്ലാവർക്കും ഒരു ആരാധന ഉണ്ടാകും. എല്ലാ മനുഷ്യരിലും ഒരു ആരാധന ഉണ്ടാകും, വീരാരാധന ഉണ്ടാകും.
താരാരാധന ഉണ്ടാകും. പിന്നെ നമുക്ക് അതെങ്ങനെ ഉണ്ടാകുക? ഒരു ആരാധന മനോഭാവം. നമുക്ക് സ്വയം ശക്തിയില്ല എന്നൊരു തോന്നൽ ഉണ്ടാകുകയും നമ്മൾ ഏതെങ്കിലും വ്യക്തിയിലോ ശക്തിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വസ്തുവിലോ ശക്തിയുണ്ടെന്ന് ആരോപിക്കപ്പെടുന്നതിനെ നമ്മൾ അംഗീകരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുമ്പോഴാണ് അതിനോട് ഒരു വിധേയത്വം ഉണ്ടാകുക. ഈ വിധേയത്തിന്റെ പേരാണ് ആരാധന എന്ന് പറയുന്നത്. ഒന്നുകൂടി ഞാൻ പറയുന്നു, നമുക്ക് നമ്മുടെ പരിമിതമായ അറിവുകൾ കൊണ്ട് അറിവുകൾക്ക് അപ്പുറമായിട്ട് ഒന്നിനെ നമ്മൾ വലുതായി ചിത്രീകരിക്കപ്പെടുമ്പോൾ പ്രായേണ നമ്മുടെ വൈകാരികമായ തലങ്ങൾ നമ്മോട് സംസാരിക്കുന്നതും നമ്മുടെ ബുദ്ധി നമ്മോട് സംസാരിക്കുന്നതും നമ്മുടെ യുക്തി നമ്മോട് സംസാരിക്കുന്നതും ഒക്കെ ഇതാണ് ശരി എന്ന് പറയുന്നതിനോടുള്ള ഒരു വിധേയത്വം. ഇവിടെ ഇത്തരം ആരാധനകൾക്ക് ഒരു ഉപോത്ബലകമായ യുക്തിപരമായിട്ട് ഒരു അടിസ്ഥാനം ഉണ്ടാവില്ല, ബുദ്ധിപരമായ അടിസ്ഥാനം ഉണ്ടാവില്ല, വൈകാരികമായ അടിത്തറ ഉണ്ടാവില്ല. പിന്നെ ഒരു മമത, ഒരു പ്രണയം, ഒരു ഇഷ്ടം, ഒരു താല്പര്യം. ആ താല്പര്യമാണ് എനിക്കില്ലാത്ത എന്തോ ഒന്ന് മറ്റൊന്നിൽ ഞാൻ ആരോപിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റൊന്നിൽ ആരോപിക്കപ്പെടുന്നതിനുള്ള വിധേയത്വം. അതിന്റെ പേരാണ് ആരാധന എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക പ്രിയമുള്ളവരെ, അങ്ങനെയാണെങ്കിൽ ഈ സൃഷ്ടികളെ ആരാധിക്കാനുള്ള ഒരു വലിയ പ്രവണത ആദിമ നൂറ്റാണ്ടിന്റെ ഏറ്റവും ആപത്കരമായിരിക്കുന്ന വിശ്വാസ സംഹിതയുടെ ഭാഗമായിരുന്നു. അതിനെതിരായാണ് പൗലോസ് 1-ാം അധ്യായത്തിൽ ലേഖനം എഴുതുന്നത്. അപ്പം ദൈവം എല്ലാ മ്ലേച്ഛതകൾക്കും അങ്ങനെ ഒരു സംവിധാനം അവരുണ്ടായപ്പോൾ മനുഷ്യനെ കെട്ടടിച്ചു വിടുന്ന ഒരു സംവിധാനത്തിലേക്ക് മനുഷ്യൻ മാറിക്കഴിയുന്നു. അവിടെ ദൈവത്തിന്റെ കോപം ഉണ്ടാകുന്നു. ഇങ്ങനെ ഭാവിയിൽ നിങ്ങളെല്ലാവരും ന്യായവിധിക്ക് യോഗ്യരായി തീരും. ഇങ്ങനെ പോകുന്നു 1-ാം അധ്യായത്തിന്റെ വിഷയം. ഇതുവരെ 1-ാം അധ്യായത്തിന്റെ വിഷയമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് 1-ാം അധ്യായത്തിൽ നമുക്ക് ചിന്തിക്കാനുള്ളത്. ഈ 16 അധ്യായം, ഈ അധ്യായങ്ങൾ മുഴുവൻ നമ്മൾ ചിന്തിക്കേണ്ടതായതുകൊണ്ട് നമ്മൾ വേഗത്തിലാണ് പോകുന്നത്. ഇത് ശ്രദ്ധിക്കുക. പൗലോസ് ലേഖനം ആരംഭിക്കുമ്പോൾ പൗലോസ് സഭാവിശ്വാസികൾക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാൻ പൗലോസിന്റെ മറ്റു ലേഖനങ്ങളെ പോലെ വന്ദനം ചെയ്തു. അപ്പം ഈ വന്ദനസ്വരവും എഴുത്തും ഒക്കെ പറയുമ്പോൾ താൻ ഉപയോഗിക്കുന്ന ചില പദങ്ങളുണ്ട്. അത് നമുക്കൊന്ന് ചിന്തിക്കാം. പൗലോസ് വന്ദനസ്വരത്തിൽ പറയുന്ന അല്ലെങ്കിൽ പ്രാരംഭത്തിൽ തന്നെ പരിചയപ്പെടുത്തുന്ന പദങ്ങൾ ശ്രദ്ധിക്കണം. ഈ അറിവും കുറിച്ചറിവും രണ്ടും രണ്ടാണ് കേട്ടോ. അറിയുക, കുറിച്ചറിയുക. സ്ഥിരമായി കേൾക്കുന്ന ചില ശബ്ദങ്ങളിലൂടെ നമുക്ക് ആളുകളെ തിരിച്ചറിയാം. ശ്രദ്ധിക്കാം, സ്ഥിരമായി കേൾക്കുന്ന ശബ്ദങ്ങളിലൂടെ നിങ്ങൾക്ക് ആളുകളെ തിരിച്ചറിയാം. അതുകൊണ്ട് തന്നെ സ്ഥിരം കേൾക്കുന്ന ഒരു ശബ്ദം, ആ ശബ്ദത്തിന്റെ ലിഖിതമാക്കപ്പെട്ട പ്രമാണങ്ങൾ അല്ലെങ്കിൽ എഴുത്തുകൾ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ഒരു ശബ്ദമുണ്ട്. ആരെന്നറിയാമോ? ചിരപരിതമായ ആ ശബ്ദം. ഇതിന്റെ എഴുത്തുകാരൻ ആരാണോ ആ വ്യക്തി നമ്മോട് സംസാരിക്കുന്ന പോലെ നമുക്ക് തോന്നാറുണ്ട്, ഇല്ലേ? ഇപ്പൊ ഈ 5-6 ക്ലാസ് കൊണ്ട് നിങ്ങൾക്ക് എന്റെ ശബ്ദം മനസ്സിലായല്ലോ. ഈ പാറപ്പുറത്ത് ഇങ്ങനെ ഉറയ്ക്കുന്നത് പോലെ എന്റെ വാക്കുകൾ, എന്റെ ശൈലി നിങ്ങൾക്ക് മനസ്സിലായി. ഇനി നിങ്ങൾ ഈ നോട്ട് വായിക്കുമ്പോൾ ഉണ്ടോ ഞാൻ പറയുന്ന പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അങ്ങനെ ഫീൽ ചെയ്യണം. അങ്ങനെയല്ലേ പണ്ട് നമ്മള് ഈ ലെറ്ററൊക്കെ വീട്ടിൽ വരുമ്പം ഹോസ്റ്റലിലൊക്കെ നിന്ന് പഠിക്കുന്നവര് അല്ലേ, അപ്പനും അമ്മയൊക്കെ എഴുതുമ്പം അവർ നമ്മോട് സംസാരിക്കുന്ന പോലെ എന്ത് ചെയ്യും തോന്നും. ഓക്കെ, ശ്രദ്ധിച്ചേ. പൗലോസ് ഈ ലേഖനങ്ങളിലൂടെ താൻ പരിചയപ്പെടുത്തും. ഞാൻ പറഞ്ഞത് അറിയുക എന്നുള്ളത്. നിങ്ങൾക്ക് എന്നെ അറിയാം, നിങ്ങൾക്ക് എന്നെ അറിയാം. ഒരു ബഹുഭൂരിപക്ഷം ആളുകൾക്ക് എന്നെ അറിയാം. എന്നാൽ ഒരു ന്യൂനപക്ഷം ഇതിനകത്തുണ്ട്. ന്യൂനപക്ഷം കുറെ വർഷങ്ങളായി ഞങ്ങളോടൊപ്പം സഞ്ചരിക്കുന്ന കുറെ ആളുകൾ, അവർക്ക് ഞങ്ങളെ കുറിച്ചറിയാം. മനസ്സിലായോ? നിങ്ങൾക്ക് ഞങ്ങളെ അറിയാം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ഒരു സാറാണ്, പുള്ളി ഇങ്ങനെ നടക്ക് താടിയൊക്കെ ഇങ്ങനെ വരച്ച് കണ്ട വലിയ കുഴപ്പമൊന്നുമില്ല, പുള്ളി ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. തന്നെയല്ല, പുള്ളി ഇങ്ങനെ പറയുന്ന കാര്യങ്ങളൊന്നും ആൾക്കാർക്ക് മനസ്സിലാകുന്നില്ല എങ്കിൽ പോലും പുള്ളി ഇങ്ങനെ 1 മണിക്കൂർ ഇങ്ങനെ പറയുന്നുണ്ട്, കേൾക്കാൻ രസമുണ്ട്, കേട്ടിരിക്കാം. ഇങ്ങനെ അപ്പൊ പുള്ളി ഞങ്ങൾക്ക് അറിയാം. പുള്ളി ഇങ്ങനെയൊക്കെ ആണ് കാര്യങ്ങൾ. പുള്ളി ഇങ്ങനെ പരിചയപ്പെടുത്തിയ പോലെ ഞങ്ങൾക്ക് അറിയാം. പക്ഷേ അതൊരു അറിവാണ്, അത് അറിവാണ്. പക്ഷെ അതൊരു
അത് കുറിച്ചറിവാണ്. ആ വ്യക്തിയെ കുറിച്ചറിയാം. ഷാജൻ പാറക്കടവിലിനെ കുറിച്ചറിയാം. പക്ഷേ ഷാജൻ പാറക്കടവിൽ എന്ന വ്യക്തി അറിയണമെങ്കിൽ നിങ്ങളുമായിട്ട് ഞാനുമായി അല്പം കൂടി മാനസികമായി ഒരു ഐക്യതയിലും എന്നെ കൂടുതൽ പഠിക്കാനും അറിയാനുമുള്ള ശ്രമം നടത്തുന്ന വഴി നിങ്ങൾക്കുണ്ടാകുന്ന ഒരു തിരിച്ചറിവ്. ആ തിരിച്ചറിവിന്റെ പേരാണ് അറിയുക എന്ന് പറയുന്നത്. ശ്രദ്ധിക്കേ, പൗലോസ് ഇതുവരെ കാണാത്ത ഒരു കൂട്ടം ആളുകൾക്ക് ആ സഭയിൽ ഉണ്ടാകുന്ന, നമ്മൾ ആരംഭത്തിൽ പഠിച്ചു അന്നത്തെ സഭയുടെ എഴുതാനുള്ള സാഹചര്യമൊക്കെ പഠിച്ചു. അപ്പം ആ സഭ അതുവരെയും സന്ദർശിക്കാത്ത ഒരു കൂട്ടം ആളുകൾക്ക് താൻ എഴുതുമ്പോൾ തന്നെ കുറിച്ചറിയാവുന്നവർ, തന്നെ അറിയാവുന്നവരാരും ഉണ്ടാവില്ല അവിടെ, മറിച്ച് തന്നെ കുറിച്ചറിയാവുന്ന ഒരു കൂട്ടം ആളുകളാണ്. അതുകൊണ്ട് തന്നെ ചില ഫ്രൈസുകൾ, ചില വാക്കുകൾ തനിക്ക് ഉപയോഗിക്കേണ്ടി വന്നു. മനസ്സിലായോ? തന്നെ പരിചയപ്പെടുത്തുവാൻ വേണ്ടി തനിക്ക് ചില വാക്കുകൾ ഉപയോഗിക്കേണ്ടി വന്നു. ഒന്നാണ് വേർതിരിച്ചു വിളിക്കപ്പെട്ട അപ്പോസ്തലൻ. റോമാലേഖനം 1-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ അതിന്റെ ലേഖനത്തിന് മുഖവരയാണ്. അപ്പൊ 1 മുതൽ 1-2 വാക്യങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നത് അപ്പോസ്തലനും ക്രിസ്തുവിന്റെ ദാസനുമായ പൗലോസ് എന്ന് പരിചയപ്പെടുത്തുന്നു. അപ്പം ഇവിടെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷത്തിനായി വേർതിരിച്ചു വിളിക്കപ്പെട്ടവനാണ് എന്ന ധ്വനിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുക. ശ്രദ്ധിക്കുക, വേർതിരിച്ചു വിളിക്കപ്പെട്ട അപ്പോസ്തലൻ പൗലോസിനെ താൻ പരിചയപ്പെടുത്തുന്ന ആ വാക്കിന്റെ ഒരർത്ഥം എന്താണ് ശ്രദ്ധിച്ചേ. അപ്പം അവന്റെ വേർതിരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ വിളിച്ചു വേർതിരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ദൗത്യത്തിന് വേണ്ടി തന്നെ ഉണ്ടാക്കിയെടുക്കപ്പെടുക, അല്ലെങ്കിൽ രൂപീകൃതപ്പെടുത്തുക, അല്ലെ രൂപീകരണം നടത്തുക, അല്ലെങ്കിൽ അതിനെ ചെത്തി മിനുക്കുക, ആ ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി മാത്രം മാറ്റി നിർത്തുക, അങ്ങനെ ഒരു മൂശയിലിട്ട് അവനെ ഉണ്ടാക്കിയെടുക്കുക. നമ്മുടെ ഇപ്പോഴത്തെ ഭാഷയിൽ ഇപ്പോഴത്തെ ഈ മോഡേൺ എന്തായാലും നമ്മുടെ ഈ ബിസിനസ് വേൾഡിൽ നമുക്കറിയാം കസ്റ്റമൈസ് ചെയ്യുക എന്ന് പറയും, അല്ലെ? കസ്റ്റമൈസ് ചെയ്യുക. ഞാൻ ഇട്ടിരിക്കുന്ന ഈ കുർത്ത ഒരു ഷോർട്ട് കുർത്തയാണ്. ഈ കുർത്ത ഞങ്ങൾ കസ്റ്റമൈസ് ചെയ്തതാണ് എന്ന് പറഞ്ഞാൽ കോളേജിലെ ബാർക്ക്ലേറ്റ്സ് എന്ന് പറയും, അതായത് ഗ്രാജുവേഷൻ സർവീസിൽ തലേ ദിവസം അധ്യാപകരും സ്റ്റാഫും എല്ലാം പഠിക്കുന്ന വിദ്യാർത്ഥികളെ അവർക്ക് നിരത്തി നിർത്തി അവരുമായിട്ട് സംസാരിക്കുകയും അവരോട് ഫെയർവെൽ പറയുകയും ഒപ്പം തന്നെ അവരുടെ കാലുകൾ കഴുകുകയും പിന്നെ അവർക്ക് തിരുവത്താഴം കൊടുക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അധ്യാപകരും അവരുമുള്ള സകല സ്റ്റാഫുകളും ഒരേ വസ്ത്രമാണ് ധരിക്കുന്നത്. ഒരേ വസ്ത്രം, ഒറ്റ വസ്ത്രമാണ്, യൂണിഫോം. അപ്പം ഇങ്ങനെ ഒരു ചെറിയ പൈപ്പിംഗ് ഒക്കെ വെച്ച്, ഈ സൈഡിൽ ഒരു പൈപ്പിംഗ് ഒക്കെ വെച്ച്, ഇങ്ങനെ ഇത്രയും പേർക്ക് ഒരു 10-70 പേർക്ക് ഈ വസ്ത്രങ്ങൾ മുഴുവൻ കസ്റ്റമൈസ് ചെയ്യുക. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലാവുന്നുണ്ടോ? ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി മാത്രം ഉണ്ടാക്കപ്പെടുന്ന അതിനെയാണ് കസ്റ്റമൈസ് ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ. അപ്പം ഈ വിളിച്ച് വേർതിരിക്കപ്പെടുക, അല്ലെങ്കിൽ വേർതിരിച്ച് വിളിക്കപ്പെട്ട അപ്പോസ്തലൻ എന്ന് പറയുന്നത് ദൈവം തന്നെ കസ്റ്റമൈസ് ചെയ്തു എന്നുള്ളതാണ് അർത്ഥം. നമ്മൾ അങ്ങനെയാണ് അർത്ഥമാക്കേണ്ടത്. എങ്ങനെ? 1-ാം ലേഖനത്തിൽ താൻ പരിചയപ്പെടുത്തുന്നത് എഴുത്തുകാരൻ ആരാണെന്ന് തന്നെ പരിചയപ്പെടുത്തുമ്പോൾ അതിന്റെ പിന്നിൽ ഒരു ചരിത്രമുണ്ട്. അതുകൂടി പഠിച്ചെങ്കിലേ നമുക്ക് ആ കാര്യം മനസ്സിലാകത്തുള്ളൂ. ഇനി എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് നോട്ട് എഴുതാം, ഇല്ല എങ്കിൽ കൃത്യമായി നോട്ട് തരുന്നതായിരിക്കും, അതിനകത്തുണ്ട്. എങ്കിലും എഴുതിക്കൂ. നമുക്കറിയാം ആദിമ സഭയിൽ, പ്രത്യേകിച്ച് 1-ാം നൂറ്റാണ്ടിൽ ലോകത്തിൽ എഴുത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്നത് പാപ്പുരസ് ചെടികളുടെ നിന്ന് ഉണ്ടാക്കുന്ന ലിഖിതങ്ങൾ പേപ്പറുകളായിരുന്നു എന്നുള്ളത് നമുക്കറിയാം, ചർമ്മങ്ങളായിരുന്നു നമുക്കറിയാം. നൈൽ നദിയുടെ തീരത്ത് ധാരാളമായി വളർന്ന പാപ്പിറസ് വെട്ടിയെടുത്ത് അതിന്റെ ആ തണ്ടുകൾ കഷ്ണങ്ങളാക്കി അതിനെ പ്രത്യേക രീതിയിൽ സംസ്കരിച്ച് അതിനെ ചതച്ച് ഒരു പേപ്പർ പോലെ എഴുതാൻ പറ്റുന്ന നിലയിൽ, മഷി കൊണ്ട് എഴുതാൻ പറ്റുന്ന നിലയിൽ ആക്കിയെടുക്കുന്ന ആ പാപ്പിറസ് രേഖകൾ, അല്ലെങ്കിൽ പാപ്പിറസ് എന്ന വസ്തുവിലായിരുന്നു ആദിമകാലത്ത് എഴുതിയിരുന്നത്. നമുക്കെല്ലാവർക്കും നിങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ട്, അറിയാവുന്ന കാര്യം. എന്നാൽ അത് കഴിഞ്ഞ് അല്പം കൂടി കഴിഞ്ഞ് നമുക്കറിയാം പൗലൂസിന്റെ 2-ാം നൂറ്റാണ്ടിലേക്കൊക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ നൂറ്റാണ്ടുകൾ മുമ്പോട്ട് പോകുമ്പോൾ പാർച്ച്മെന്റ്സ് എന്ന് പറയുന്ന വസ്തുവിലേക്ക്, പാർച്ച്മെന്റ് എന്ന വസ്തുവിലേക്ക് എഴുത്തുകൾ മാറ്റപ്പെടാൻ ഇടയായി, കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആകാൻ ഇടയായി. എന്താ പാർച്ച്മെന്റ്സ് എന്ന് പറഞ്ഞാൽ? തുകൽ ചുരുളുകൾ. ഈ ആടിന്റെയോ ചെമ്മരിയാടിന്റെയോ കിടാക്കളെയോ
ഈ തുകലുകൾ പ്രത്യേക രീതിയിൽ എടുത്ത് സംസ്കരിച്ച് അത് എഴുതാൻ തക്ക പരുവത്തിൽ അതിന് ഉണ്ടാക്കിയെടുക്കുന്ന തുകൽ ചുരുളുകളെയാണ് പാർച്ച്മെന്റ്സ് എന്ന് പറയുക. അപ്പം ആദ്യകാലത്ത് ഒന്നെങ്കിൽ പാപ്പറസ് ചെടിയുടെ ചുരുളുകളിലോ അല്ലെങ്കിൽ പാർച്ച്മെന്റ്സ് അഥവാ തുകൽ ചുരുളുകളിലോ ആണ് എഴുതിയിരുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് 2 തീമോഥെയോസ് 4:13 പൗലോസ് പറയുന്ന ഒരു കാര്യം, നിങ്ങൾ പുസ്തകങ്ങൾ കൊണ്ടുവരണം, ഒപ്പം തന്നെ എന്റെ ചർമ്മലിഖിതങ്ങൾ തുകൽ ചുരുൾ കൂടി എന്ത് ചെയ്യണം, കൊണ്ടുവരണം എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക. അപ്പം ഇത് കൂടുതൽ വളർന്നത് പെർഗമോസ് എന്ന് പറയുന്ന പട്ടണത്തിലായിരുന്നു. 2-ാം നൂറ്റാണ്ടിൽ ഇത് അതാ ഇപ്പോഴത്തെ ടർക്കിയില് അല്ലെങ്കിൽ തുർക്കിയില് ആയിരുന്നു കൂടുതൽ ഇത് ഉണ്ടാക്കപ്പെട്ടിരുന്നത്. അന്ന് മുതൽ ചർമ്മപത്രത്തിന്റെ 2 വശങ്ങളിലും എഴുതാൻ തുടങ്ങി. ആരംഭകാലത്ത് ഒരു ഭാഗത്ത് എഴുതിയിരുന്നു, പിന്നീട് 2 ഭാഗത്തും എഴുതാൻ ഇടയായിത്തീർന്നു. ഈ ശ്രദ്ധിച്ചേ, ഈ ചർമ്മപത്രങ്ങളെല്ലാം കൂടി ഒരുമിച്ച് കെട്ടി ഒരു പുസ്തകമാക്കി ഉപയോഗിക്കുന്നതും 2-ാം നൂറ്റാണ്ട് മുതലാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് പൗലോസ് 2-ാം അധ്യായം 2 തീമോഥെയോസ് 4:13 പറഞ്ഞിരിക്കുന്നത്, എന്റെ ചർമ്മലിഖിതങ്ങളും ഞാൻ ക്ലോവ്യോസിൽ കർപ്പോസിന്റെ പക്കൽ വെച്ചേച്ചു പോകുന്ന പുതപ്പും പിന്നെ പുസ്തകങ്ങളും വിശേഷാൽ ചർമ്മലിഖിതങ്ങളും നീ വരുമ്പോൾ കൊണ്ടുവരണം. ശ്രദ്ധിച്ചേ, ഇവിടെ ഈ വാക്യത്തിൽ പുസ്തകങ്ങൾ എന്ന് പറയാൻ ഉപയോഗിച്ചിരുന്ന ഗ്രീക്ക് വാക്ക് ബിബ്ലിയോൻ എന്ന വാക്കാണ്. ഞാൻ ഈ പറഞ്ഞ വാക്കുകളൊക്കെ എഴുതിയെടുക്കുക. ബിബ്ലിയോൻ എന്ന വാക്കിന് ഒരു ചെറിയ പുസ്തകം അഥവാ ഒരു ചുരുൾ, എഴുതപ്പെട്ട ഒരു രേഖ എന്നിങ്ങനെയൊക്കെയാണ് പറയപ്പെടുക. എ സ്മോൾ ബുക്ക്, എ സ്ക്രോൾ, എ റിട്ടേൺ ഡോക്യുമെന്റ്. പറഞ്ഞു മനസ്സിലായോ? ചർമ്മലിഖിതങ്ങൾ എന്ന വാക്കിന്റെ ഗ്രീക്ക് പദം മെംബ്രാന, MEMBRANA, മെംബ്രാന. അതിന്റെ അർത്ഥം തുകലിൽ സംസ്കരിച്ചുണ്ടാക്കിയ തുകൽ ചുരുളിൽ എഴുതുവാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന വസ്തുവായി പരിണമിച്ചിരുന്ന കാര്യം. അതിനാണ് മെംബ്രാന എന്ന് പദം ഉപയോഗിക്കുക. അപ്പൊ 2 പദം, ഒന്ന് ബിബ്ലിയോൻ, രണ്ടാമത് മെംബ്രാന. അപ്പം ഇങ്ങനെ ഈ എഴുത്തിനു വേണ്ടി ഉപയോഗിച്ചിരുന്നത് പൗലോസ് മുതലായ എഴുത്തുകാരൊക്കെ ഈ തോൾ ചുരുളിലും അല്ലെങ്കിൽ പാപ്പറസ് ചെടിയുടെ ഈ ചുരുളിലുമൊക്കെയാണ് എഴുതിയിരുന്നത്. ഇനി ശ്രദ്ധിക്കുക, ഈ പാർച്ച്മെന്റ്സ് അഥവാ ഇത് എങ്ങനെ അറിയാമോ, ഇതിങ്ങനെ എഴുതിയിട്ട് ചുരുട്ടി വെക്കും. അതുകൊണ്ട് തന്നെ ഈ ചുരുട്ടി വെക്കുന്നത് കൊണ്ട് തന്നെ ഒരു കാര്യം വായിക്കണമെങ്കിൽ മൊത്തം നിവർക്കണമായിരുന്നു. അപ്പൊ അതിന് പകരമായിട്ട് ഇതാരാണ് ഇത് എഴുതിയത്, എന്നറിയാൻ വേണ്ടി എഴുത്തുകാരന്റെ പേര്, ലേഖനത്തിന്റെ പേര്, എഴുത്തുകാരന്റെ പേര്, അല്ലെങ്കിൽ ഏത് സഭയ്ക്കാണ്, ആർക്കാണ്, എന്താണ് എന്നത് കൃത്യമായിട്ട് ആരംഭത്തിൽ വന്ദനത്തോടൊപ്പം തന്നെ എഴുതിയിരുന്ന ഒരു പതിവ് പണ്ടുണ്ടായിരുന്നു. അതാണ് പൗലോസ് ഈ റോമാലേഖനത്തിലും ഉപയോഗിച്ചിരുന്നത്. ശ്രദ്ധിക്കണം, റോമാലേഖനം 1:2 താൻ സ്വയം പരിചയപ്പെടുത്താൻ ഉപയോഗിക്കുന്ന വിശേഷണങ്ങൾ നമുക്ക് ചിന്തിക്കാം. അതിനു മുമ്പ് ഇതാണ് ഇതിന്റെ കാരണമെന്ന്, ചരിത്രപരമായ കാര്യം ഇതാണ്. അപ്പം ഇപ്പൊ ഞങ്ങളൊക്കെ ലേഖനങ്ങളൊക്കെ എഴുതുന്ന ആളുകളാണ്. ഇപ്പം ഒരു ആർട്ടിക്കിൾ എഴുതിയാൽ നമ്മൾ അതിന്റെ ടൈറ്റിൽ ഏറ്റവും വളരെ സ്ട്രൈക്കിംഗ് ആയ ടൈറ്റിലാണ്. ടൈറ്റില് ഇപ്പം എല്ലാം ചുരുക്കമായതുകൊണ്ട്, റീൽസിന്റെ കാലമാണ്, ചുരുക്കമാണ്. ഞാനൊക്കെ 24 മിനിറ്റിന്റെ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. അത് ചുരുങ്ങി 20 മിനിറ്റായി, പിന്നെ 15 മിനിറ്റായി, 5 മിനിറ്റായി, ഇപ്പോൾ 3 മിനിറ്റും 1 മിനിറ്റും 30 സെക്കൻഡും ഒക്കെയാണ് ആളുകൾ കാണാൻ ശ്രദ്ധിക്കുന്നത്, അല്ലേ? ഞാൻ ഈ 30 സെക്കൻഡിന്റെ ഈ പരസ്യങ്ങൾക്ക് സ്ക്രിപ്റ്റ് എഴുതാറുണ്ട് നമ്മുടെ റേഡിയോയിൽ. ഞങ്ങളുടെ കോട്ടയത്ത് ഈ സർഗക്ഷേത്ര എന്ന് പറഞ്ഞൊരു FM റേഡിയോ ഉണ്ട്. അവർക്ക് വേണ്ടി 30 സെക്കൻഡ് കൊണ്ട് ഒരു പ്രോഡക്റ്റിന്റെ എന്താണ്, പ്രോഡക്റ്റിന്റെ ഗുണവും അതിന്റെ നിലവാരങ്ങളും അതെന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു അതിനെക്കുറിച്ചൊക്കെ ഉള്ള ഒരു 30 സെക്കൻഡേ ഉള്ളൂ. 30 സെക്കൻഡിനുള്ളിൽ ഒരു പ്രോഡക്റ്റ് കേൾവിക്കാരന്റെ കർണപടങ്ങളിൽ പതിച്ചിട്ട് പെട്ടെന്ന് തന്നെ അവനെ ആകർഷിച്ചത് വാങ്ങിക്കണം. അത്തരത്തിലുള്ള 30 സെക്കൻഡ് കൊണ്ട് അവൻ അതിലേക്ക് ആകർഷിക്കപ്പെടണം. അങ്ങനെയും നമ്മൾ സ്ക്രിപ്റ്റ് ചെയ്യാറുണ്ട്. ഞാൻ പറഞ്ഞത്, അപ്പം ഈ ഞങ്ങളൊക്കെ എഴുതുമ്പോൾ, ലേഖനം എഴുതുമ്പോൾ ചെറിയ ഒരു ടൈറ്റിൽ ഉണ്ടാകും, തൊട്ടു താഴെ നമ്മുടെ പേരും എന്ത് ചെയ്യും, എഴുതും. അപ്പം ഉറുമ്പിന്റെ പള്ളിക്കൂടം എന്ന് എഴുതിയിട്ട് ലേഖനം മോള് ഇരുമ്പിന്റെ പള്ളിക്കൂടം, അല്ലെങ്കിൽ കഥ എന്ന് എഴുതിയിട്ട്, അല്ലെങ്കിൽ കവിത എന്ന് എഴുതിയിട്ട് ഉടനെ നമ്മളെ പേരെഴുതും. അപ്പം ഇത് വായിക്കുന്നവർക്ക് പെട്ടെന്ന് കിട്ടും. ഏറ്റവും അവസാനം എഴുതി കഴിഞ്ഞാൽ ഇതെല്ലാം വായിച്ച് വരുമ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ പേരും കാണത്തില്ല, നമ്മുടെ നാളും കാണത്തില്ല, ഒന്നും കാണത്തില്ല. അപ്പം അങ്ങനെ ഒരു ശൈലി പണ്ടും ഉണ്ടായിരുന്നു, ഇപ്പോഴും എല്ലാവരും ചെയ്യാറുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്,
പൗലോസ് തന്റെ ലേഖനങ്ങളിലെല്ലാം വന്ദനത്തോടൊപ്പം തന്നെ താൻ ആരാണ്, എന്താണ്, എങ്ങനെയാണ് എന്ന് സൂചിപ്പിക്കുവാൻ വേണ്ടി ഇത്തരം പരാമർശങ്ങൾ ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ് വാസ്തവം. ഇനി ശ്രദ്ധിക്കണം, ഈ പരാമർശങ്ങളെല്ലാം തന്നെ തന്റെ അപ്പോസ്തോലികത്വത്തിന്റെ ആധികാരികത വെളിപ്പെടുത്താൻ കൂടിയാണ് താൻ ഈ ഇൻട്രൊഡക്ഷനിൽ അല്ലെങ്കിൽ മുഖവരിയായി ഈ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? താൻ ഒരു സാധാരണ എഴുത്തുകാരനല്ല, താൻ ഒരു സാധാരണ വ്യക്തിയല്ല. എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ഈ നമ്മുടെ കയ്യിലേക്ക് പണ്ട് ലഭിച്ചിരുന്ന ലേഖനങ്ങൾ അല്ലെങ്കിൽ എഴുത്തുകൾ വായിക്കുമ്പോൾ നമ്മൾക്കുണ്ടാകുന്ന സമ്മിശ്രമായൊരു വികാരമാണ്, അല്ലെ? സമ്മിശ്രമായൊരു വികാരമാണ്. അപ്പന്റെ എഴുത്താണെങ്കിൽ അല്പം ഭയമുണ്ടാകും, അല്ലെ? സഹോദരങ്ങളെ ആണെങ്കിൽ അല്പം സ്നേഹമുണ്ടാകും, പിന്നെ കൂട്ടുകാരനെ ആണെങ്കിൽ അല്പം കൂടി ഒരു മമതയുണ്ടാകും. അപ്പം ഞാൻ പറഞ്ഞ ആശയം മനസ്സിലാവുന്നുണ്ടോ? തികച്ചും ആധികാരികത താൻ ആരാണ്, എന്താണ് എന്ന് വെളിപ്പെടുത്തുവാൻ വേണ്ടി. അപ്പം എങ്ങോട്ട് എഴുതുന്നത്? ഇതുവരെ കടന്നു പോകാത്ത ഒരു സ്ഥലത്ത് കൂടിയിരിക്കുന്ന ഒരു കൂട്ടം ആളുകൾക്ക് അപ്പോസ്തലികത്വം ഡയറക്റ്റ് ആയിട്ട് ക്രിസ്തുവിൽ നിന്നും സ്വീകരിക്കാത്ത, താൻ സുവിശേഷ നിമിത്തം അപ്പോസ്തലനായി വിളിച്ചു വേർതിരിക്കപ്പെട്ട വ്യക്തി ആയതുകൊണ്ട് തന്നെ തന്റെ അപ്പോസ്തോലികത്വത്തെ നിഷേധിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള കൃത്യമായ ബോധ്യത്തിൽ താൻ എഴുതുന്ന വാക്കുകൾക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു ആധികാരികത ഉണ്ടാകണം. ഇത് ആധികാരിക രേഖയായി പരിണമിക്കണം. ഒന്നുകൂടി പറഞ്ഞാൽ, ദൈവസഭ കൃത്യമായി അനുവർത്തിക്കേണ്ട നടപടിക്രമങ്ങൾ എന്താണെന്ന് വിശദീകരിക്കുമ്പോൾ ആ വിശദീകരണങ്ങൾക്ക് ഒരു ഓതന്റിസിറ്റി ഉണ്ടാകാൻ താൻ തന്റെ പേരുകളും തനിക്കത് എന്തൊക്കെ രീതിയിൽ പരാമർശം നടത്താമോ തന്നെ കുറിച്ച് തന്നെ താൻ അതിൽ അവതരിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറെ പ്രധാനം. ഇത് ശ്രദ്ധിക്കുക. 1-ാം അധ്യായം 2-ാം വാക്യം. ഈ വാക്യത്തിൽ പൗലോസ് സ്വയം പരിചയപ്പെടുത്തുവാൻ ഉപയോഗിക്കുന്ന വിശേഷണങ്ങൾ എന്തൊക്കെയാണ്? 3 കാര്യമാണ്. 1, സുവിശേഷത്തിനായി വേർതിരിക്കപ്പെട്ടവൻ, സെറ്റ് അപ്പാർട്ട് ഫോർ ദ ഗോസ്പൽ ഓഫ് ഗാഡ് അല്ലെങ്കിൽ ഗോസ്പൽ ഓഫ് ക്രൈസ്റ്റ്. സുവിശേഷത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവൻ, സുവിശേഷത്തിനായി വേർതിരിക്കപ്പെട്ടവൻ. അതാണ് 1-ാമതായി താൻ സ്വയം പരിചയപ്പെടുത്താൻ ഉപയോഗിക്കുന്ന പദം. സുവിശേഷത്തിനായി വേർതിരിക്കപ്പെട്ടവൻ. താൻ വേറെ ഒന്നിനുമല്ല, ഒരു കാര്യത്തിനുമല്ല. തന്റെ അൾട്ടിമേറ്റ്, തന്റെ ആത്യന്തികമായ ലക്ഷ്യവും ദൗത്യത്തിന്റെ പൂർത്തീകരണം എന്ന് പറയുന്നത് അതിനുവേണ്ടി സുവിശേഷത്തിന് വേണ്ടി വേർതിരിക്കപ്പെടുക എന്നുള്ളതാണ്. എന്താ സുവിശേഷം? സദ്വാർത്ത. ദാവീദിന്റെ സന്തതിയായി ഈ ഭൂമിയിൽ ജനിച്ച് ജീവിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റു നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രത്യക്ഷനാകാൻ പോകുന്ന, പാപത്തെ ക്ഷമിക്കാൻ കഴിയുന്ന, പാപിയെ സ്നേഹിക്കുന്ന, പാപത്തെ വെറുത്തുകൊണ്ട് പാപിയെ സ്നേഹിക്കുന്ന സാക്ഷാൽ ദൈവപുത്രൻ തന്റെ സകല മഹത്വവും ഊരി വെച്ചിട്ട് സ്വയം അഥവാ വീണ് വെടിഞ്ഞ് മണ്ണിലേക്ക് അവതരിച്ച് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ വസിക്കാൻ ആഗ്രഹിക്കുന്ന സദ്വാർത്ത, വസിക്കാൻ ആഗ്രഹിക്കുന്ന സന്ദേശം, അതാണ് വാസ്തവത്തിൽ സുവിശേഷം. ആ സുവിശേഷത്തിന് വേണ്ടി എന്ത് ചെയ്തു? താൻ വേർതിരിക്കപ്പെട്ടു. 2, യേശു ക്രിസ്തുവിനാൽ വിളിക്കപ്പെട്ട അപ്പോസ്തലൻ, കോൾഡ് ടു ബി ആൻ അപ്പോസ്റ്റൽ. താൻ എന്ത് ചെയ്യുക? യേശു ക്രിസ്തുവിനാൽ വിളിക്കപ്പെട്ട അപ്പോസ്തലനാണ്. നമുക്കറിയാം ക്രിസ്തു തന്റെ ശിഷ്യന്മാരെ ഈ 12 പേർ തിരഞ്ഞെടുക്കുന്ന വിധം നമുക്കറിയാമല്ലോ, വിശദീകരിക്കുന്നില്ല. എന്നാൽ ക്രിസ്തു ഡയറക്റ്റായി അപ്പോയിന്റ് ചെയ്യുകയോ അപ്പോസ്തലന്മാർ കൃത്യമായി ആധികാരികമായി വിളിച്ചു വേർതിരിക്കപ്പെട്ടതിനപ്പുറമായി അങ്ങനെയോ അല്ലാതെ സുവിശേഷൻ നിമിത്തം ക്രിസ്തുവിനാൽ ആ ക്രിസ്തുവിനെ വഹിച്ചത് കൊണ്ട് അപ്പോസ്തലൻ എന്ന പേരിന് അർഹതപ്പെട്ടവനാണ് താനെന്ന് സ്വയം അഭിമാനിക്കുന്നു. ഇനി ശ്രദ്ധിക്കുക, അപ്പോസ്തലൻ എന്ന വാക്കിന്റെ അർത്ഥം അപ്പോൾ സ്ഥലത്തുള്ളവൻ അല്ല, മറിച്ച് ഒരു ദൗത്യത്തിന് വേണ്ടി വേർതിരിച്ച വ്യക്തിയെയാണ് അപ്പോസ്തലൻ എന്ന് പറയുക. അപ്പം അപ്പോസ്തലിക ഉപദേശങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ക്രിസ്തു സന്ദേശം പറയുവാൻ വിളിച്ചു വേർതിരിക്കപ്പെട്ട വ്യക്തി, അതാണ് പൗലോസ് എന്ന് താൻ പറയുന്നു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ടതായി പറയാൻ കഴിയുന്നത്, യേശു ക്രിസ്തു ദാസൻ, എ സെർവന്റ് ഓഫ് ക്രൈസ്റ്റ് ജീസസ്, യേശുവിന്റെ ദാസൻ. ശ്രദ്ധിക്കണം, ഈ 3 പദങ്ങൾ ശ്രദ്ധിക്കണം. ഈ 3 പദങ്ങളുടെ അർത്ഥവും അതിന്റെ വ്യാപ്തിയും നമ്മൾ വളരെ വിശാലമാണ്, നമ്മൾ മറന്നു പോകരുത്. അപ്പം ഇത്രയും ഔന്നിത്യമുള്ള പൗലോസ് എന്ന് പറഞ്ഞ വ്യക്തിയെ നമ്മൾ പഠിച്ചാൽ, നമുക്കെല്ലാം അറിയാവുന്നത് കൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല, പൗലോസ് എന്ന വ്യക്തിയെ പഠിച്ചാൽ
സാമൂഹ്യപരമായി, സാമുദായികപരമായി, രാഷ്ട്രീയപരമായി, അന്നത്തെ നിയമപരമായി, പിന്നെ അന്നത്തെ രാഷ്ട്രത്തിന് നിയമം വെച്ചുകൊണ്ടൊക്കെ ഒരുപാട് അഭിമാനിക്കാൻ വകയുള്ള വ്യക്തിയാണ് താൻ. എന്നാൽ താൻ പറയുന്ന 3 പദങ്ങൾ എത്രയോ ശ്രേഷ്ഠമാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരാൾ സുവിശേഷത്താൽ പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ, സുവിശേഷ സന്ദേശകനായി മാറ്റപ്പെട്ടു എന്ന് ബോധ്യമുണ്ടെങ്കിൽ അവരിൽ തന്നെ വഹിക്കേണ്ട 3 പദവികൾ. ഒന്ന്, ഞാൻ സുവിശേഷത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവനാണെന്ന് ഒരു ബോധ്യമുണ്ടാവണം. 2, ഞാനൊരു അപ്പോസ്തോലികത്വം വഹിക്കുന്ന, അല്ലെങ്കിൽ അപ്പോസ്തോലൻ ആയിട്ട് വിളിക്കപ്പെട്ടവനാണ്, ക്രിസ്തുവിനാൽ വിളിക്കപ്പെട്ടവനാണെന്ന് ബോധ്യം. 3, ക്രിസ്തുവിന്റെ ദാസൻ. ക്രിസ്തുവിന്റെ ദാസൻ എന്ന പദം, ദാസൻ എന്ന പദം, സെർവന്റ് എന്ന പദം കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അടിമ ആയി ബന്ധപ്പെട്ട ഒരു പദമാണ്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ സ്വയം അവകാശങ്ങൾ ഉന്നയിക്കാൻ സാവകാശമില്ലാത്ത, എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ ആജ്ഞാനുവർത്തിയായി വർത്തിക്കേണ്ട ഒരുവൻ, മറ്റുള്ളവരുടെ സന്ദേശങ്ങൾ, മറ്റുള്ളവരുടെ ആജ്ഞകൾ, അവരുടെ കൽപ്പനകൾ ശിരസാ വഹിച്ചുകൊണ്ട് മുമ്പോട്ട് ഗമിക്കേണ്ട ഒരുവൻ, അവനാണ് വാസ്തവത്തിൽ ഈ ദാസൻ എന്ന് പറയുക, അല്ലേ? നമ്മളെല്ലാവരും പറയും കർത്താവിന്റെ വിലയേറിയ ദാസൻ, അല്ലേ? നമ്മൾ ആ പദത്തിന്റെ ചെറിയ അപകടം നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് പറഞ്ഞ് പിന്നെ ആൾക്കാർ പറയാൻ തുടങ്ങുന്നത് പാവപ്പെട്ട കർത്താവിന്റെ വിലയേറിയ ദാസൻ. പാവപ്പെട്ട കർത്താവിന്റെ വലിയ ദാസൻ ഇന്ന് നമ്മോടൊപ്പം ഉണ്ട്. അദ്ദേഹം നമ്മോട് സംസാരിക്കും. എത്ര ഇന്ന് ഞങ്ങളുടെ അടുത്തുള്ള ഒരു സഭയില് അദ്ദേഹത്തിന് ഒരു ഡോക്ടറേറ്റും ഒക്കെ ചുമ്മാ കിട്ടിക്കഴിഞ്ഞ പുള്ളിയെ ആദ്യമേ പുള്ളി സാധാരണ ഇവാഞ്ചലിസ്റ്റ് ആയിരുന്നു, പിന്നെ പാസ്റ്ററായി, പിന്നെ പുള്ളി ഒരു നേതാവായി കഴിഞ്ഞപ്പം എല്ലാരെ കൊണ്ടും റവറന്റ് എന്ന് വിളിച്ചില്ലെങ്കിൽ പുള്ളി സ്ഥലമാറ്റത്തിന് പുള്ളി അങ്ങ് ഇവിടെ ഈ പയ്യപ്പാടി അല്ലെങ്കിൽ ഈ മാന്തുരുത്തി അല്ലെങ്കിൽ പാമ്പാടി ശുശ്രൂഷിക്കേണ്ട പുള്ളിയെ പാമ്പാക്കുടാക്കി വിടും. അങ്ങനത്തെ ഒരു പരിപാടിയായിരുന്നു. നിർബന്ധമായി എല്ലാവരെ കൊണ്ടും റവറന്റ് എന്ത് ചെയ്യും വിളിപ്പിക്കുമായിരുന്നു. പിന്നെ പുള്ളിക്ക് ഡോക്ടറേറ്റ് കെട്ടിക്കഴിഞ്ഞിട്ട് റവറന്റ് ഡോക്ടർ എന്ന് വിളിച്ചില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടായിരുന്നു. അത് വെച്ച് നോക്കിയേ, ഈ റവറന്റ് എന്നൊക്കെ പറയുമ്പം അതിന്റെ ശരിയായ മരം ഭീകരൻ എന്നൊക്കെയാ. പോട്ടെ, നല്ലൊരു ബഹുമാന പദമാകട്ടെ, മറ്റൊരു പദമാണ് ഞാൻ പറഞ്ഞത്. ഇന്ന് നമ്മൾ വഹിക്കുന്ന ഓരോ പദവികളിലും നമ്മൾക്ക് നമ്മുടേതായിരിക്കുന്ന ഞാനെന്ന വ്യക്തിയുടെ ഒരു ചെറിയ അംശമെങ്കിലും ഇല്ല എങ്കിൽ, നമ്മളെ പരിചയപ്പെടുത്താനുള്ള അംശമെങ്കിലും ഇല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? വളരെയധികം വേദനപ്പെടുകയും സങ്കടപ്പെടുകയും ചെയ്യും. ഞാനും അങ്ങനെയാ കേട്ടോ, ഞാനും അങ്ങനെയാ. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു സ്വഭാവം എല്ലാവർക്കും ഉണ്ട്. ഇപ്പൊ ഞാനും പ്രതിക്കൂട്ടി നിൽക്കുന്ന ഒരാളാണ്. എന്റെ ഒഫീഷ്യൽ പേര് ഷാജൻ പി സി. അപ്പം ഷാജൻ പി സി എന്നുള്ള പേര് ഞാൻ പണ്ട് സ്കൂളിൽ പഠിച്ചു, കോളേജിൽ പഠിക്കുമ്പം അതിനു മുമ്പ് തന്നെ മറന്നുപോയ പേര് പി സി എന്നുള്ള ഇൻഷൻ. അപ്പം അതിനു മുമ്പ് തന്നെ ഒരു 13-ാം വയസ്സ് ഞാൻ ആദ്യത്തെ ഒരു ലേഖനം എഴുതി. ആദ്യമായിട്ട് അച്ചടി ഭാഷ പുരണ്ടുമ്പോൾ എനിക്ക് 13 വയസ്സേ ഉള്ളൂ. അതിനുശേഷം പിന്നീട് ഇങ്ങനെ പലതും എഴുതാൻ തുടങ്ങിയപ്പോഴൊക്കെ ഞാൻ എന്റെ വീട്ടുപേര് കൂടി ഇങ്ങനെ ചെയ്തു ചേർക്കാൻ തുടങ്ങി. പിന്നെ ഒരു കാലഘട്ടത്തിൽ ഞാൻ ചിന്തിച്ചു, പിന്നെ ഇപ്പം അങ്ങനെ അറിയപ്പെടുന്നത്. ഇപ്പം ഞാൻ പിന്നെ ഈ ഗസറ്റ് കൊടുത്ത് ഈ പേരും തിരുത്തിയാലോ എന്നൊരു ചിന്ത എന്റെ മനസ്സിലുണ്ടായി. പിന്നെയും മാതാപിതാക്കന്മാരോ അമ്മച്ചട്ട പേര് എന്തിനാണ് നമ്മൾ തിരുത്തുന്നത്, അത് വേണ്ട, ഇങ്ങനെ വിളിച്ചോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ കൊണ്ട് നടക്കുക. പക്ഷെ കഴിഞ്ഞ ദിവസം ഞങ്ങള് ID കാർഡ് കിട്ടി. ഇപ്പം ഒഫീഷ്യലെല്ലാം ബാങ്കില്, അതുപോലെ തന്നെ ESI-യില്, PF-ല്, ഇതിനകത്തൊക്കെ നമ്മള് ഒഫീഷ്യൽ പേരാണ് PC കിടക്കുന്നത്. അപ്പം ID കാർഡ് കിട്ടിയപ്പോൾ അതിനകത്തും ഈ ID കാർഡ് നിർബന്ധമായിട്ട് കുത്തണമെന്നൊക്കെ ഒരു നിയമം വന്നപ്പം ഞങ്ങളെല്ലാം കുത്താൻ തുടങ്ങിയപ്പം അതിനകത്ത് എന്റെ ഒഫീഷ്യൽ പേര് ഷാജൻ പി സി എന്നാണ്. അപ്പൊ എല്ലാവരും വന്ന് ചോദിച്ചു, ഷാജൻ പി സി എന്നല്ലേ പേരെല്ലാം ചോദിച്ചു. അപ്പൊ എനിക്ക് തന്നെ ചെറിയ ബുദ്ധിമുട്ട് കൂടാ, ഇത് നമ്മൾ ഇനി പേര് മാറ്റിയാലും. അപ്പൊ ഞാൻ ഞങ്ങളെ HR-നോട് പറഞ്ഞൊരു കാര്യം ചെയ്യാം, എന്റെ പേര് ഞാൻ ഒരു ചെറിയ ചെലവ് ചെയ്യാം, എന്റെ പേര് ഷാജൻ പാർക്കർ എന്നൊരു ID അടിച്ചു തരാൻ പറ്റുമെന്ന് ചോദിച്ചു. നമ്മുടെ ഒരു ഫ്രണ്ടാണ് അത് ചെയ്യും, ഞങ്ങളുടെ മീഡിയ, ഞങ്ങളുടെ സെക്ഷൻ അത് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു. അപ്പം പുള്ളിക്കാരി പറഞ്ഞത് നടക്കുകയല്ല, കാരണം ഒഫീഷ്യലായിട്ട് ഇത് ഇങ്ങനെ പോകുന്നത്, അതുകൊണ്ട് അത് കേട്ടാൽ മതി. നമ്മൾ ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. എന്നാലും ഒരു ചെറിയ വൈകല്യം എനിക്ക് അറിയാമോ, ഇത്രയും നാളെ ഞാൻ അറിയപ്പെട്ടിട്ട് പെട്ടെന്ന് ഈ DC-യിലേക്ക് പോകുമ്പോഴുള്ളൂ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട്. മനസ്സിലായ കാര്യങ്ങള്
അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രശ്നം. അതാ നമ്മുടെ എല്ലാം പ്രശ്നം. അതാ നമ്മളൊക്കെ വഹിക്കുന്ന ചില പേരുകള്, ചിലത് എന്ത് ചെയ്യാൻ നമ്മൾ ചില ആളുകൾ നമുക്കില്ല എങ്കിൽ എന്ത് ബുദ്ധിമുട്ടല്ലേ. ഒരു ദിവസം മുഴുവൻ ഞാൻ ഇട്ടുകൊണ്ട് നോക്കുമ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കും, ഇതിന് TPC കിട്ടും. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യാം, എനിക്ക് തന്നെ ഞാൻ എന്നെ തന്നെ പറഞ്ഞ് സമാധാനിപ്പിച്ച് കുഴപ്പമില്ല, അങ്ങനെ ഒഫീഷ്യൽ SSLC ബുക്കിനകത്തും മറ്റ് സർട്ടിഫിക്കറ്റിനകത്തൊക്കെ അങ്ങനെയാണല്ലോ, അങ്ങനെ കടന്നോട്ടെ എന്ന് എന്ത് ചെയ്തു. ഒരു ദിവസം ഞാൻ എല്ലാവരും സമാധാനം പറഞ്ഞു, അതിനുശേഷം ഞാൻ എന്നെ തന്നെ പറഞ്ഞ് സമാധാനിപ്പിച്ചു, ഇത് കിടന്നോട്ടെന്ന്. നമ്മുടെ ആശയം മനസ്സിലാവുന്നുണ്ടോ? ഇത് നിമിത്തം നമുക്കത് വേണ്ട എന്നും അത് നിമിത്തം ഇത് വേണ്ട എന്നും വെക്കാനുള്ള ആർജവമാണ്, അല്ലെങ്കിൽ ഒരു തന്റേടമാണ് വാസ്തവത്തിൽ സുവിശേഷകൻ എന്ന് പറയുന്നത്. ഒന്നുകൂടി ഞാൻ പറയാം. അത് നിമിത്തം, ആര് നിമിത്തം? സുവിശേഷം നിമിത്തം. ഇത് നിമിത്തം, എന്ത്? ക്രിസ്തു നിമിത്തം അത് വേണ്ട എന്ന് വെച്ചിട്ട് ഞാൻ സുവിശേഷകൻ, അല്ലെങ്കിൽ ഞാൻ അപ്പോസ്തലൻ, ഞാൻ ദാസൻ എന്ന് പറയാനുള്ള ഒരു പ്രായോഗിക പരിജ്ഞാനം. കൂടുതലൊന്നും വേണ്ട. നമ്മൾ വഹിക്കുന്ന, ശ്രദ്ധിച്ചേ, നിങ്ങൾ എന്റെ വീട്ടിലോട്ട് കയറി വരിക ഉച്ചയ്ക്ക്, ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ വൈകിട്ട് വന്ന ഒരു ചട്ടിക്കകത്ത് നമ്മൾ ഗോതമ്പ് കഞ്ഞി ഉണ്ടാക്കി ചട്ടിക്കകത്ത് കഴിക്കുന്നത് കാണാം. അപ്പൊ അതിനകത്ത് സകല കറികൾ, അന്നുണ്ടാക്കുന്ന സകല കാണുമ്പോൾ അതിട്ട് നമ്മളൊന്ന് വട്ടം കറക്കി ഇങ്ങനെ സ്പൂൺ കൊണ്ട് കുടിക്കുന്നത് കാണാം. അപ്പൊ നിങ്ങൾ എന്നെ ഉച്ചയ്ക്ക് ഒന്ന് ചോദിക്കുക, എന്നതാ കഴിക്കുന്ന ചോദിച്ചാൽ ഞാൻ എന്നാ പറയണം? ചോറുണ്ടോണ്ടിരിക്കുന്ന എന്നോട് നിങ്ങൾ എന്താ ചോദിക്കുക, എന്താ സാറേ കഴിക്കുന്നത് ചോദിച്ചാൽ ഞാൻ എന്ത് പറയണം? ഞാൻ മസാല ദോശയാണ് കഴിക്കുന്നത്. മസാല എന്ന് പറയുമോ? പറയണോ? ശ്രദ്ധിച്ചേ, പറയണോ? പറയണോ? സാറേ ഇതെന്നെ കറി? നമ്മള് മീൻകറിയാണെന്ന് വെച്ചു, അല്ലെങ്കിൽ ചിക്കനാണെന്ന് വെച്ചു. നമ്മൾ ലോകത്തിൽ ഇതുവരെ കഴിക്കാത്തതും കേൾക്കാത്തതും ആ ഒരു പേരാണ് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ആലോചിച്ച് നോക്കി. നമ്മൾ കഴിക്കുന്നത് പറയാൻ നമുക്ക് മടി ഉണ്ടെങ്കിൽ, ശ്രദ്ധിച്ചേ, അവിടെയാണ് നമ്മൾ പരാജയപ്പെട്ടു പോകുന്നത്. ഞാനൊരു സുവിശേഷകൻ, ഞാൻ ദാസൻ, ഞാൻ അപ്പോസ്തലൻ, ഞാൻ വിളിച്ചു വേർതിരിക്കപ്പെട്ടവൻ എന്ന് പറയാനുള്ള ഒരു പ്രായോഗിക പരിജ്ഞാനമെങ്കിലും, അറ്റ്ലീസ്റ്റ് അത്രയുമെങ്കിലും നമുക്കുണ്ടാവണം. ഞാനൊരു വിശ്വാസി എന്ന് പറയാനെങ്കിലും ഉണ്ടാകണം. ഇന്ന് ഞാൻ എൻ്റെ വൈഫുമായിട്ട് വൈകുന്നേരം ഞങ്ങൾ ഡോക്ടറെ വീണ്ടും കാണിക്കാൻ പോയി. കുറവുണ്ട്, ഞാൻ കുറച്ച് വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇപ്പോഴും ഇങ്ങനെ ശ്രമിച്ചിട്ടിരിക്കുകയാണ്. അപ്പം ഞാൻ രാവിലെ പോയി ബുക്ക് ചെയ്തു, പിന്നെ ഇടയ്ക്ക് വിളിച്ചു ചോദിച്ചു, പിന്നെ ഞാൻ വൈകുന്നേരം ചെന്നു, പിന്നെയും കണ്ടു. അപ്പൊ ആ നേഴ്സിന്, അവിടെ നിൽക്കുന്ന റിസപ്ഷനിൽ നിന്ന് നേഴ്സിന് ഒരു സംശയം. അപ്പൊ എന്നെ കണ്ടപ്പോൾ എന്നോട്, ഞാനും വൈഫ് നിൽക്കുമ്പം, ഞങ്ങൾ ഡോക്ടറെ കാണാൻ, ഡോക്ടർ ബെഞ്ചമിനെ കാണാൻ വേണ്ടി ഇരിക്കുമ്പം, അദ്ദേഹം ഒരു മൈനർ ഓപ്പറേഷന് വേണ്ടി പോയി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമ്പം പുള്ളിക്കാരി പല പ്രാവശ്യം വന്ന് പല ഫയലുകളും കൊണ്ടുവന്നു. അവസാനം എന്നെ ചോദിച്ചു, അച്ഛനാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് 2 പിള്ളേരുടെ അച്ഛൻ. പുള്ളിവരെ എങ്ങനെയല്ല, പള്ളിയിലെ അച്ഛനാണോ? ഞാൻ പറഞ്ഞ അച്ഛനല്ല, ഞങ്ങൾ ബിലീവേഴ്സാണ്, ഞാനൊരു സുവിശേഷകനാണ് എന്ന് ഞങ്ങൾ പറഞ്ഞു. നമ്മുടെ ആശയം മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ ഇരുമ്പും ഭാവവും കാണുമ്പോൾ നമുക്ക് നാട്ടുകാർക്ക് അറിയാവുന്നേ, നമ്മൾ എന്നെ വലിയ പുള്ളിയാണ്. ഇപ്പൊ ഞാൻ ഈ താലിയൊക്കെ വെച്ചോണ്ട്, ഞാൻ ഇട്ടിരിക്കുന്നതാണെങ്കിൽ രസം, ഒരു കറുത്ത ഷർട്ട് ഇട്ടിരുന്നു, കറുത്ത ജീൻസും കറുത്ത ഷർട്ടും ഇട്ടിരുന്നു. അപ്പം എന്നെ കണ്ടാൽ ഒരു അച്ഛനോ അല്ലെങ്കിൽ ഒരു ലുക്കും ഇല്ല. ഒരു സുവിശേഷവുമായി ബന്ധപ്പെട്ട്, അപ്പൊ അവർ CSIയുടെയാ, ബെഞ്ചമിൻ ബെയ്ലിയുടെ ക്ലിനിക്കാണ്, CSIക്കാരുടെയാ. അപ്പൊ എന്നെ കണ്ടാൽ അല്ലെങ്കിൽ ഒരു ലുക്കും ഇല്ലെങ്കിലും പെട്ടെന്ന് എൻ്റെ ഭാവവും ഇരിപ്പും നടപ്പും എൻ്റെ സംസാരവും എൻ്റെ അവരോടൊക്കെ നമ്മൾ അങ്ങനെ ഭൗതികോട് കൂടെ നിന്നപ്പം അവർക്ക് നമ്മളെ ഒന്ന് മൊത്തം പഠിച്ചിട്ട് ചോദിച്ചു, അച്ഛനാണോ? ഞാൻ പറഞ്ഞ ആശയം മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ കഞ്ഞിയാ കുടിക്കുന്നെങ്കിൽ കഞ്ഞിയാന്ന് മനസ്സിലാക്കാനുള്ള പ്രായോഗിക ജ്ഞാനം ചോദിക്കുന്നവർക്കുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം. മനസ്സിലായോ? നമ്മളൊരു ബന്ധക്കോസുകാരനാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് നമ്മ വിശ്വാസം ഏത് സഭയിലെന്ന് പറഞ്ഞു, ഞങ്ങൾ അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾ അങ്ങനെയൊന്നും ഇല്ല, ഞങ്ങള് എന്തിനതൊക്കെ. ഞാൻ പറഞ്ഞത് ആശയം മനസ്സിലാവുന്നുണ്ടോ? വലിക്കുന്ന ശ്വാസമാണെന്ന് പറയാൻ, ഓക്സിജൻ ആണെന്ന് പറയാൻ മടിയുള്ളവർ ജീവിച്ചിട്ട് വല്ല കാര്യം നമ്മൾ ചിന്തിച്ചു. നമ്മളൊന്ന് ചിന്തിച്ചു, എന്താ വലിക്കുന്നത്? കാർബൺ ഡയോക്സൈഡ് ഞാൻ വലിക്കാൻ പറയാൻ പറ്റുമോ? പുറന്തള്ളുന്ന കാർബൺ ഡയോക്സൈഡാണ്, പക്ഷെ ഞാൻ വലിക്കുന്നതും അത് തന്നെയാണെന്ന് നമ്മൾ പറയൂല. ഞാൻ വലിക്കുന്നത് ശ്വാസമാണ് വലിക്കുന്നത്. എൻ്റെ പൊന്നെ, ഈ ശ്വാസത്തിന്റെ ഒരു വില മനസ്സിലാക്കിയ ആളാണ് ഞാൻ. കൂടെ വന്നപ്പം 4:30 മുതൽ 7:30 9:30 വരെ ഞാൻ ശ്വാസം മുട്ടിയിരുന്ന ഒരാളാണ്. അതിനുശേഷം 14 സിലിണ്ടർ 10 ദിവസം കൊണ്ട് വലിച്ചു തീർത്ത ആളാണ്. വലിയ കുറ്റി. ഞാൻ വലിക്കുന്നത് ശ്വാസമാണെന്ന് പറയാനുള്ള പ്രായോഗിക
പരിജ്ഞാനം നമുക്ക് വേണ്ടേ? ചോദിക്കുന്ന ആളുകൾക്ക് കാണത്തില്ലേ? ഇത്രയേ ഉള്ളൂ. ഞാനിത് ഇത്രയും ലളിതമായിട്ട് പറയാൻ കാര്യം, നമ്മൾ കേവലം ഇത് പഠിച്ചു വിടുക മാത്രമല്ല, പ്രായോഗികമായി നമ്മൾ മനസ്സിലാക്കണം. ഒരു സുവിശേഷകൻ, ക്രിസ്തുവിന്റെ സുവിശേഷത്താൽ പിടിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ മാനസിക വ്യാപാരം, ഒരു മനോഗതി, അവന്റെ നിലവാരം, അവന്റെ മാനസിക ആരോഗ്യം എന്താ, ഞാൻ സുവിശേഷത്തിന് വേണ്ടി നിൽക്കാൻ കഴിയുന്ന വ്യക്തിയാണെന്ന് പറയാൻ അവർക്കൊരു മടിയുമില്ല. ഇനി വേർതിരിക്കപ്പെടുക എന്ന വാക്ക് വളരെ ആ കാലത്ത് ഉപയോഗിച്ചിരുന്നത് പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി, ഒരു സമൂഹത്തിൽ നിന്നും ഒരുവനെ വേർതിരിക്കുക എന്ന് പറയാറുണ്ട്. ഇനി ശ്രദ്ധിക്കുക, അതിന് ഗ്രീക്ക് വേർഡ് അഫരിദസോ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരിൽ നിന്നും അടയാളപ്പെടുത്തി അതിരുകൾ തിരിച്ച് നിശ്ചയിച്ച് വേർതിരിക്കുക, പരിമിതപ്പെടുത്തുക, വേർതിരിക്കുക. ടു മാർക്ക് ഓഫ് ഫ്രം അതേഴ്സ് ബൈ ബൗണ്ടറീസ്, ടു ലിമിറ്റ്, ടു സെപ്പറേറ്റ്. ശ്രദ്ധിക്കുക, അഫരിദസോ എന്ന വാക്ക്, അതിന് ഗ്രീക്ക് വാക്ക് വേർതിരിക്കുക എന്ന വാക്കിന്റെ അർത്ഥം മറ്റുള്ളവരിൽ നിന്നും അടയാളപ്പെടുത്തി അതിരുകൾ നിശ്ചയിച്ച് വേർതിരിക്കുക. എന്ന് പറഞ്ഞാൽ ഈ സർക്കാർ കൂപ്പുകളിൽ സദ എന്ന പേരെഴുതിയിട്ടുള്ള തടി ലോകത്തിൽ ഒരു മനുഷ്യൻ കൊണ്ടുപോകത്തില്ല. അവിടെ കിടന്ന് നശിച്ചാലും സദ എന്ന് എഴുതിയ തടി അവിടെ കിടക്കും കൂപ്പിലേക്ക്. ഉണ്ടോ? ഞാൻ പറഞ്ഞ ആശയം മനസ്സിലാവുന്നുണ്ടോ? എന്ന് പറഞ്ഞാൽ സദ എന്ന് പറഞ്ഞാൽ സർക്കാർ തടസ്സം. സദ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഉടമസ്ഥാവകാശം ആരിലാ? സർക്കാരിലായതുകൊണ്ട് ഇത് കട്ടുകൊണ്ട് പോകുന്നവനെ തീർച്ചയായിട്ടും പിടിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് ആ തടി ഒരു മനുഷ്യനെടുത്തോണ്ട് പോകത്തില്ല. ഇപ്പം പിടി കിട്ടിയോ? അപ്പം ഒരു അടയാളപ്പെടുത്തി വേർതിരിച്ച് നിൽക്കുന്നവനെയാണ് വേർതിരിക്കുക എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തിനാണ്? ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി, ഒരു ദൗത്യത്തിന് വേണ്ടി, ഒരു കർമ്മത്തിന് വേണ്ടി, ഒരു ആചാരത്തിന് വേണ്ടി, ഒരു വാക്കിന് വേണ്ടി, ഒരു വിശാലതയ്ക്ക് വേണ്ടി, അല്ലെ? വേർതിരിക്കുക. ഒരു പ്രഖ്യാപനത്തിന് വേണ്ടി, ഒരു പ്രഘോഷണത്തിന് വേണ്ടി, ഒരു എഴുത്തിന് വേണ്ടി വേർതിരിക്കുക, ഒരു സഞ്ചാരത്തിന് വേണ്ടി വേർതിരിക്കുക. അപ്പം ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി മാത്രം വേർതിരിക്കപ്പെട്ട ആളുകൾ. നമ്മളെല്ലാം ഈ ടൂറ് പോകുന്ന ആളുകളാണ്, ട്രക്കിങ്ങിന് പോകുന്ന ആളുകളാണ്, പോയിട്ടുണ്ട് സാറാ, ഈ കാട് കയറാൻ പോകുന്ന. നമ്മോടൊപ്പം സഞ്ചരിക്കുന്ന ആളുകൾ, അവരും സഞ്ചാരികളാണെങ്കിലും അവർക്ക് ഇട്ടിരിക്കുന്ന ഒരു പേരുണ്ട്, ഗൈഡ്, അല്ലെ? നമ്മുടെ കൂടെയൊക്കെ സ്ഥലം പറഞ്ഞു തരാൻ ഇത്ര നൂറ്റാണ്ട് പഴക്കമുള്ള സ്ഥലം. അവർ പറഞ്ഞു കേട്ടുകൊണ്ട് ഓ ശരി ഓക്കെ, അവർ പറയും സമുദ്രനിരപ്പിൽ നിന്നും 1153 അടി. നമ്മളത് അളക്കുമോ? ഇല്ലല്ലോ. അവര് കൃത്യമായിട്ട് പറയും 1,153,242 കിലോമീറ്റർ ഉയരത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമ്മൾ ആർക്കും അളക്കാൻ നമുക്ക് സ്കെയിൽ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അതുകൊണ്ടാണ് ഇത്ര തണുപ്പും. അതുകൊണ്ട് തന്നെ ഈ കാണുന്ന ശിലാഫലകത്തിനും 19-ആം നൂറ്റാണ്ട് അല്ലെങ്കിൽ 17-ആം നൂറ്റാണ്ടിലെ മുഗളന്മാർ ഭരിച്ചിരുന്ന കാലത്താണ് ഈ ശിലാഫലകം ഇവിടെ ഉണ്ടായിരുന്നത്. രാമനും സീതയും കൂടി വനവാസത്തിന് വന്നപ്പോൾ ഇവിടെ വിശ്രമിക്കുകയും അതിനുശേഷം ഈ കാൽപ്പാടുകൾ കൊണ്ടോ ഇപ്പോൾ മാഞ്ഞു പോയിട്ടുണ്ട് എങ്കിൽ പോലും ഈ കാൽപ്പാടുകൾ അതിന്റെ അടയാളമാണെന്നൊക്കെ പറഞ്ഞിങ്ങനെ നമ്മളെ പഠിപ്പിക്കുമ്പം അവർ നമ്മോടൊപ്പം സഞ്ചരിക്കുന്ന ആളുകളാണ്. പക്ഷേ ഒരു പ്രത്യേക ഉദ്ദേശം നമ്മളെ കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ അവരെ മാർക്ക് ചെയ്ത് നമ്മോടൊപ്പം വിടുന്നു. പറഞ്ഞ ആശയം മനസ്സിലാവുന്നുണ്ടോ? എല്ലാവരും സഞ്ചാരികളാണെങ്കിലും ഈ സഞ്ചാരികൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമ്മളെ ഈ ഒരു പ്രത്യേക ദൗത്യം പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ വേണ്ടി വിടുന്നത് പോലെ തന്നെ വേർതിരിക്കുക എന്ന് പറഞ്ഞാൽ ടു മാർക്ക് ഓഫ് ഫ്രം ദി അതേഴ്സ് ബൈ ബൗണ്ടറി. ബാരിക്കേഡുകൾ വെച്ചുകൊണ്ട്, ബൗണ്ടറീസ് വെച്ചുകൊണ്ട്, പിന്നെ തടങ്കൽ പാറകളെ നിരത്തിക്കൊണ്ട്, സംരക്ഷണ കവചം തീർത്തുകൊണ്ട് സംരക്ഷിക്കപ്പെടുന്ന, വേർതിരിക്കപ്പെടുന്ന ഒരു വ്യക്തി. അല്ലെങ്കിൽ പരിമിതപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ നമുക്ക് കൂടുതൽ വിശാലപ്പെടാം, നമുക്ക് പരിമിതപ്പെടാം, നമുക്ക് കൂടുതൽ പരിമിതപ്പെടുത്താൻ കഴിയുന്ന ഒരു അവസ്ഥ. പിന്നെ വേർതിരിക്കുക, ഇതാണ് വേർതിരിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് ഇത്തരം വാക്കുകൾ തന്റെ ഇൻട്രൊഡക്ഷനിൽ തനിക്ക് ഉപയോഗിക്കാൻ ഇടയാക്കുന്ന ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കും. ഈ ഗലാത്യലേഖനം 1-ാം അധ്യായം 15-ാം വാക്യം, ബാക്കി വാക്യങ്ങളൊക്കെ നോട്ടിൽ നിന്ന് ലഭ്യമാകും. എന്തെങ്കിലും എന്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ചു.
തന്റെ കൃപയാലും വിളിച്ചിരിക്കുന്ന ദൈവമെന്ന് പൗലോസ് 1 ഗലാത്യ ലേഖനം 1-15 വാക്യം പറയുന്നുണ്ട്. ശ്രദ്ധിക്കുക, ഇനി പരീശന്മാരിൽ പരീശനായ പൗലോസ്. പരീശൻ എന്ന വാക്കിന്റെ അർത്ഥം സെറ്റ് എ പാർട്ട്, സെപ്പറേറ്റഡ് വൺ, വേർതിരിക്കപ്പെട്ടവൻ. ഫാരസിയോസ്, ഫാരസിയോസ് എന്ന വാക്കിൽ നിന്നാണ് ഫാരസീസ് എന്ന വാക്കുണ്ടായിരിക്കുന്നത്. എന്താ? വേർതിരിക്കപ്പെട്ടവൻ. അപ്പം വർത്തമാനകാലത്തിൽ യഹൂദ പ്രമാണത്തിന് വേണ്ടി സമൂഹത്തിൽ നിന്നും ന്യായപ്രമാണത്തിന്റെ പരിപാലനത്തിന് വേണ്ടി വേർതിരിക്കപ്പെടുന്നതാണ് പൗലോസ്. അങ്ങനെ ഒരു വേർതിരിവ് തനിക്കുണ്ടായിരുന്നു. അപ്പം ഇത്തരത്തിൽ ഉള്ള പദങ്ങളിലൂടെ തന്റെ അപ്പോസ്തലികത്വത്തെ ഉറപ്പിക്കുകയും താൻ പറയുന്നതിന് ആധികാരികത ഉണ്ടാകാൻ വേണ്ടി താൻ ആരാണെന്ന് ഒന്നുകൂടി ഉറപ്പിച്ച് ജനത്തെ പറഞ്ഞു ബോധ്യപ്പെടുത്താൻ, വായനക്കാരെ പറഞ്ഞു ബോധ്യപ്പെടുത്താനുള്ള പരിചയത്തിന്റെ ഭാവമാണ് നമുക്കിവിടെ കാണാൻ കഴിയുക. അപ്പം ഇതാണ് ഒന്നാമത്തെ പദം. രണ്ടാമത്തെ പദം യേശുക്രിസ്തുവിന്റെ ദാസൻ എന്ന പദമാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ് പഠിക്കാം. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു. 1-ാം അധ്യായത്തിന്റെ അതിന്റെ ഒരു ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആണ് നമ്മൾ പഠിച്ചത്. 1-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രമാണം എന്തൊക്കെയാണ്, പേരുകൾ എന്തൊക്കെയാണ്, താൻ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്, അതിന് വിഷയം എന്തൊക്കെയാണ്, ഇത്തരം കാര്യങ്ങളാണ് 1-ാം അധ്യായത്തിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ നമുക്കിന്ന് പഠിക്കാൻ ഇടയായത്. നോട്ട് അതിന്റെ അടുത്ത ദിവസം തരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇത് നന്നായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അല്പം സ്പീഡ് കൂടി പോയി എങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. ഇതുമായിട്ട് നിങ്ങൾ യൂസ്ഡ് ആകുമല്ലോ, യൂസ്ഡ് ആകും. പുട്ട് രാവിലെ ഉണ്ടാക്കിയാൽ നമ്മൾ കഴിച്ചേ പറ്റൂ. ചിലപ്പം കറുത കാണും, ചിലപ്പോൾ പഴമിടും, ചിലപ്പോൾ എന്ത് ചെയ്യും, ഇടയ്ക്കിടയ്ക്ക് തേങ്ങാപ്പീരയൊക്കെ ഇട്ട് ഏതെങ്കിലും തരത്തിലൊക്കെ നമ്മളിത് കഴിച്ചേ പറ്റൂ. അതുകൊണ്ട് ഡെയിലി ആകുമ്പോൾ നമുക്കത് യൂസ്ഡ് ആവും. കുഴപ്പമൊന്നുമില്ല, നന്നായി നമുക്കത് ഡൈജസ്റ്റ് ആവും. മനസ്സിലായോ? നന്നായി ദഹിക്കും. അപ്പം അത്തരത്തിലുള്ള ഒരു ദഹന പ്രക്രിയ നമുക്ക് ഉണ്ടാകട്ടെ. നിങ്ങളും സുവിശേഷത്തെ നല്ല വക്താക്കളായി തീരാൻ തയ്യാറാകുക. ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. God bless you. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ക്ലാസ് എടുക്കുവാൻ കർത്താവിന്റെ ദാസൻ ഇവാഞ്ചലിസ്റ്റ് ഷാജൻ പാറക്കടവിലിനെ ദൈവം ഇന്ന് രാത്രിയിലും സഹായിച്ചുവല്ലോ. അദ്ദേഹത്തോട് പ്രത്യേക നന്ദി. ഇതിൽ ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രത്യേക നന്ദി. പുതുതായിട്ടൊക്കെ പല പ്രിയപ്പെട്ടവരും ജോയിൻ ചെയ്യുന്നുണ്ട്. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ഇന്നലെ ആരോ എന്നോട് ചോദിച്ചു, സാറേ ഇപ്പോഴും ജോയിൻ ചെയ്യിക്കാവോ എന്ന് ചോദിച്ചു. നമ്മുടെ സെമിസ്റ്റർ ഇങ്ങനെ മാറി മാറി കിടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് വേറെ അജണ്ടകളൊന്നുമില്ല. എങ്ങനെങ്കിലും സുവിശേഷം ആൾക്കാരിലേക്ക് വ്യാപിക്കണം, അതിനുള്ള ഒരു ഉണർവുണ്ടാകണം എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് എപ്പം വേണമെങ്കിലും പുതിയ ആൾക്കാരെയൊക്കെ ജോയിൻ ചെയ്യാം. വളരെ സ്വാഗതം. പുതുതായി ജോയിൻ ചെയ്യുന്ന എല്ലാവർക്കായി സ്തോത്രം. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. പിന്നെ ചിലർക്കൊക്കെ പേടിയുണ്ട്, ഞാൻ പ്രാർത്ഥിപ്പിക്കുമെന്ന്. തീർച്ചയായിട്ടും അങ്ങനെ പ്രാർത്ഥിപ്പിക്കുകയൊന്നുമില്ല. നിങ്ങൾക്ക് ദൈവവചനം പഠിക്കുവാൻ സാധിക്കും. ദൈവം സഹായിക്കട്ടെ. ഇന്ന് നമുക്ക് നാളെ വൈകിട്ട് കർത്താവിന്റെ ദാസൻ റവറൻഡ് ഡോക്ടർ സാക് വർഗീസ് എൻഡ് ടൈം റിവൈവൽ എന്നുള്ള വിഷയം ക്ലാസ് എടുക്കുന്നതാണ്. വെള്ളിയാഴ്ച മാത്യു പി തോമസ് ക്ലാസ് എടുക്കും. എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ. നിങ്ങളുടെ എല്ലാ സഹകരണത്തിനും നന്ദി. നമുക്ക് പ്രാർത്ഥനയോടെ ആശീർവാദത്തോടെ പിരിയാം. ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്ന ആരെങ്കിലും ഒരാൾ അൺമ്യൂട്ട് ചെയ്ത് ചുരുക്കമായി പ്രാർത്ഥിച്ചാൽ. സ്വർഗീയ പിതാവേ, നല്ല രാത്രി വേളയ്ക്കായി സ്തോത്രം. ഈ ഓൺലൈൻ ബൈബിൾ ക്ലാസ്സിൽ ഞങ്ങൾക്ക് ഇന്ന് റോമാലേഖനം എന്ന വിഷയമായിട്ട് അവിടുത്തെ അഭിഷിക്ത ദാസനിലൂടെ ക്ലാസ്സുകളിൽ മുന്നോട്ട് പോകുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. വരും നാളുകളിൽ ശേഷിക്കുന്ന സമയങ്ങളിലൊക്കെ കർത്താവെ അനേകരെ ക്രിസ്തുവിൽ ആദായപ്പെടുത്തുവാൻ, അതേറെ അനുഗ്രഹമായ നിലയിൽ മുന്നോട്ട് ആ തിരുവചനങ്ങളെ അറിയിപ്പാൻ സ്വർഗത്തിലെ ദൈവം എല്ലാവരെയും സഹായിക്കണം. ക്ലാസ്സിൽ പങ്കെടുത്ത ഇന്ന് ക്ലാസ്സുകൾ നയിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കുകയും ആദരിക്കുകയും ചെയ്യണം. ഈ പ്രവർത്തനങ്ങളെ മാനിക്കണം. എല്ലാം തിരുനാമ മഹത്വത്തിന് യോഗ്യമായി തീരും. ക്രിസ്തു യേശുവിന്റെ അധികാരമുള്ള നാമം പ്രാർത്ഥിക്കുന്നു. ദയയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹപുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ സഹവാസവും സാന്നിധ്യവും നമ്മോടും ഈ ബൈബിൾ കോളേജിന്റെ പ്രവർത്തനങ്ങളോടും ഇന്ന് ക്ലാസ് എടുത്ത കർത്താവിന്റെ ദാസനോടും ഇന്ന് മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ഇന്നും ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവർക്കും നന്ദി. നാളെ വൈകിട്ട് ഇന്ത്യൻ ടൈം 9 മണിക്ക് വീണ്ടും കാണാം. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. താങ്ക് യു.